നാമത്തിൽ സ്വാഗതം അരുളുന്നു. ഈ സമയത്ത് പ്രിയ ജസ്വിൻ, ജെന്നിഫർ അവര് നമ്മുടെ പ്രിയ സഹോദരങ്ങളാണല്ലോ, കുഞ്ഞുങ്ങളാണല്ലോ. പ്രിയമുള്ളവര് തുടർന്ന് ആരാധനയ്ക്കായിട്ട് നമ്മെ ആരാധനയിലേക്ക് നയിക്കും. നമുക്ക് അല്പസമയം ഒരുമിച്ച് ദൈവത്തെ പാടി ഈ സന്ധ്യാസമയം ആരാധിക്കാം. സർവശക്തനായ കർത്താവിന്റെ വലിയ സാന്നിധ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുവാനിടയാകട്ടെ. ആമേൻ. സ്തോത്രം ഒരുമിച്ച് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ജസ്വിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ വൈകിയ വേളയിൽ വീണ്ടും മഹത്വമെടുക്കുമാറാവട്ടെ. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. ആദ്യത്തെ ഗാനം ഞങ്ങളിങ്ങനെ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ കർത്താവേ, എന്നിൽ എന്ത് യോഗ്യത അങ്ങ് കണ്ടു. ഒരു യോഗ്യതയും ഇല്ലായിരുന്ന നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തു, തന്റെ പുത്രത്വത്തിന് അവകാശികളാക്കി തീർത്തു. ആ കർത്താവിന്റെ സ്നേഹത്തെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ് കരങ്ങളെ അടിച്ച് സന്തോഷത്തോടു കൂടി കർത്താവിനെ പാടി സ്തുതിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ചേർന്ന് ഒരുമിച്ച്, ഞങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കുന്നു. പ്രത്യേക ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മുടെ ഫേസ്ബുക്കിൽ ലൈവിലൂടെയും പോകുന്നുണ്ട്. ആയതിനാൽ ലൈവിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഹിംസ് വോയിസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇന്നത്തെ NCPFന്റെ ഈ പ്രോഗ്രാം ലൈവ് പോകുന്നുണ്ട്. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ചേർന്നൊരുമിച്ച് കർത്താവിനെ പാടി നമുക്ക് സ്തുതിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ചേർന്ന് പാടിക്കേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ല, ദയയൊന്നു മാത്രം യേശുവേ. പറയാനില്ല, ദയയൊന്നു മാത്രം യേശുവേ.
തിരഞ്ഞെടുപ്പാൻ ചേർന്ന് എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ ശക്തിയോടെ കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ ജീസസ്. Oh we worship you Lord. Hallelujah. ഒരു യോഗ്യതയും പറയാനില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ കൃപയൊന്നു മാത്രം
സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു. ഓ എന്റെ ബലവും എന്റെ സങ്കേതവും. വിശ്വാസത്തോടെ ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ. രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഹല്ലേലൂയ ജീസസ്. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. രാജാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗ്ഗത്തിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ ഹല്ലേലൂയ. രാജാവേ thank you Jesus. We worship you Lord. Hallelujah. 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 അല്പസമയം കരങ്ങളെ അടിച്ച് അല്പസമയം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് Hallelujah. We worship you Jesus. രാജാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ ജീസസ്. സകല ആരാധനയ്ക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ഒരു നല്ല കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ കർത്താവിന്റെ സാന്നിധ്യം യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ് ആ കർത്താവിനോട് ചേർന്ന് ആയിരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നിത്യമായി നമ്മളെ സ്നേഹിച്ചു തന്റെ തിരുനിണത്താൽ നമ്മളെ വീണ്ടെടുത്തു ഉയർത്തെന്നും ഇന്നും ജീവിക്കുന്ന, മരണത്തെ ജയിച്ച് ജീവിക്കുന്ന ഒരു നല്ല നാഥൻ, ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ ഒരു നല്ല പിതാവ്, ആ കർത്താവിനെ അല്പസമയം ധ്യാനത്തോടുകൂടി ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾക്ക് ആയിരിക്കാം. യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ, ആരാധനയ്ക്ക് നീ യോഗ്യൻ. ഓ ജീസസ്, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ, എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ധ്യാനത്തോടെ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യോഗ്യനായ കർത്താവിനെ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ
വീണ്ടെടുത്തു ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനാ ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനാ. യോഗ്യൻ നീ, കരങ്ങളെ ഉയർത്തി. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീയോ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ ഒരു നല്ല പിതാവിനെ നമ്മൾ അല്പസമയം കരങ്ങളെ അടിച്ച് പാടുവാനും ധ്യാനിക്കുവാനും കർത്താവ് അവസരങ്ങൾ ഒരിക്കലും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ സ്തോത്രം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഞങ്ങൾക്ക് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവെ, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലോ. കർത്താവെ, ഈ സൂം മീറ്റിംഗിലൂടെ കർത്താവെ ഞങ്ങളെ ഫേസ്ബുക്ക് ലൈവിലൂടെ വീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ തിരുക്കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം, അനുഗ്രഹിക്കപ്പെട്ട ദൂത് പ്രിയ കർത്താവിന്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും സമസ്തം ഏൽപ്പിക്കുന്നു. ദൈവമേ, തുടർന്നുള്ള വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി കർത്താവ് അനേകർ ജീവിതത്തെ അത് സ്പർശിക്കുന്നതായി തീരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ സാന്നിധ്യം ആദ്യോടെ അവസാനം ഉണ്ടാകണം. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് സമർപ്പിക്കുന്നു. സകലവും യേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ജീസസ്. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ പാടി ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചതോർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഈ ആരാധന ലീഡ് ചെയ്ത പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹിംസോയ്സ് എന്ന ടൈറ്റിലിൽ ഈ കൊറോണ ആരംഭിച്ചതിന് ശേഷം അനുദിനം രാപകൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേക സഭകളോട് കൂട്ടായ്മകളോട് ചേർന്ന് രാപകൽ ആ കുഞ്ഞുങ്ങളെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അനേക ശുശ്രൂഷകൾക്ക് ഹിംസോയ്സ് ഒരു മുഖാന്തരമായി തീരുന്ന ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പ്രിയ സജീവൻ ഭാഷയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. CPUവിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും വന്ദനവും പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നാം അതിനെ സൃഷ്ടിക്കായിട്ട് കടക്കുകയാണ്. അതിനുവേണ്ടി സമയം വേർതിരിക്കുമ്പോൾ സ്വന്തം നമ്മുടെ മധ്യ അനുഗ്രഹീതരായ എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. സെൻട്രൽ പാസ്റ്റർ ജെയിംസ് പാസ്റ്റർ നമ്മോട് കൂടെയുണ്ട്. ദാസന്റെ സാന്നിധ്യം നമുക്ക് വളരെ അനുഗ്രഹകരമാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ IPC വടകര സെന്ററിന്റെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ M. മാത്യു നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ ദാസനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റേ ശ്രേഷ്ഠ കർത്താവിന്റെ ദാസന്മാർ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എളിയ കൂട്ടായ്മയിൽ പങ്കാളികളായി തീരുവാൻ ഹല്ലേലൂയ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് നാം ഹല്ലേലൂയ വചനശുശ്രൂഷയ്ക്ക് കടന്നു പ്രവേശിപ്പാൻ പോകുകയാണ്. വചനശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. പുതുപ്പാടി ഏജിസ് സഭയുടെ ശുശ്രൂഷയായിരിക്കുന്ന പ്രിയ റിജു പാസ്റ്റർ ഹല്ലേലൂയ, സ്തോത്രം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം ഏതാനും വാക്കുകൾ ആമുഖമായി പറഞ്ഞ് ഹല്ലേലൂയ പ്രിയ ഷിൻഡോ പാസ്റ്റർ ആമുഖമായി പറഞ്ഞതിന് ശേഷം കർത്താവിന്റെ ദാസൻ ദൈവവചനം സൂക്ഷിക്കുന്നതായിരിക്കും. പ്രിയ റിജു പാസ്റ്ററെ
പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, ഇന്ന് പകലിലെ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും അടിയങ്ങളെയൊക്കെ ബലപ്പെടുത്തി ഈ വൈകുന്നേര സമയത്ത് MCPF-നോടുള്ള ബന്ധത്തില് ഉണർവ് മീറ്റിംഗ് ആയി ഞങ്ങൾക്ക് കൂടി വരുവാനും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് നൽകി തന്ന നല്ല സമയത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ വാഴ്ത്തുന്നു. ഈ തലമുറയിൽ കർത്താവ് ഞങ്ങളെ കണ്ടു, വിളിച്ചു, വേർതിരിച്ചു, അങ്ങയുടെ സാക്ഷികളാക്കി ഞങ്ങളെ നിർത്തി. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ദൈവമേ, വല്ലാത്ത പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തെ ശക്തിയോടെ സേവിപ്പാൻ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി ഇന്ന് രാത്രിയില് ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പാ, തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശ്രേഷ്ഠ ഭൃത്യനെ ഞങ്ങളുടെ മധ്യത്തിൽ ശക്തിയോടെ കരങ്ങൾ എടുക്കണമേ. ദൈവമേ, നല്ല റേഞ്ചൊക്കെ ഉണ്ടായി താൻ സംസാരിക്കുന്ന വചനം വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ദാസന്റെ മേൽ വിശേഷ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ആരാധന ലീഡ് ചെയ്ത കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അങ്ങയുടെ മക്കളുടെ മേലും ധാരാളമായി ചൊരിയണം. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഈ പ്രദേശങ്ങളില് താമരശ്ശേരി താലൂക്ക്, മലബാറിന്റെ ദേശങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ മഹത്വം, കർത്താവിന്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഈ ദിനങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. MCPF-ന്റെ അനുഗ്രഹിക്കപ്പെട്ട ഉണർവ് യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ശ്രേഷ്ഠരായ കർത്താവിന്റെ ദാസന്മാരെയും ദൈവജനത്തെയും എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് ചില നാളുകൾക്ക് ശേഷമായി ഇങ്ങനെ ഒരു യോഗത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ ചില ദിവസങ്ങളായി MCPF-ന്റെ കമ്മിറ്റി അംഗങ്ങളുടെ ഉള്ളിൽ തിരിഞ്ഞ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് വീണ്ടും ഒരു കൂട്ടായ്മ ഈ ദിനങ്ങളിൽ ഒരുമിച്ച് കൂടാനായിട്ട് ഇങ്ങനെ സംഘടിപ്പിക്കുക എന്നുള്ളത്. മാസം തോറുമുള്ള നമ്മുടെ കൂട്ടായ്മകൾ നടന്നു വരുന്നു. ഇന്ന് വിശേഷാൽ ഇതൊരു ഉണർവ് യോഗമായിട്ട് പ്രത്യേകമായിട്ട് ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവദിനം ശുശ്രൂഷിക്കേണ്ടത് ആരെയാണ് അതിനു വേണ്ടി തിരഞ്ഞെടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മുടെ കൺവെൻഷന് പ്രാസംഗികനായിട്ട് നമ്മൾ ക്ഷണിച്ചിരുന്ന KJ മാത്യു സാറിനെ തന്നെ ആ യോഗത്തിന് ക്ഷണിക്കണമെന്ന ചിന്ത ഞങ്ങളുടെ ഉള്ളിലേക്ക് വരികയും അങ്ങനെ കർത്താവിന്റെ ദാസനെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കർത്താവിന്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. ബഹുമാന്യനായ KJ മാത്യു സാറ് ഈ മലബാറില് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പലർക്കും തന്നെ പരിചയമുണ്ട്. അസംബ്ലീസ് ബോർഡിന്റെ മുൻകാല ശുശ്രൂഷകനായിരുന്നു. മലബാറിലെ ഒരു അധികാല ശുശ്രൂഷകനായിരുന്നു പ്രിയ സാറിന്റെ പിതാവ്. നമ്മുടെ സമീപത്തുള്ള നെല്ലിപ്പോയില് സഭയിലും പ്രിയമുള്ളവർ ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ആ കാലഘട്ടത്തിലൊന്നും വിശ്വാസത്തിലില്ല. ഞാൻ എന്റെ ശൈശവ പ്രായമായിരിക്കും ആ സമയമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ കർത്തവേലയിൽ വളരെയേറെ തിരക്കുകളോടെ ദൈവം ഉപയോഗിക്കുന്ന കർത്താവിൽ പ്രിയ ദൈവവൃത്യൻ പ്രിയ KJ മാത്യു സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയായും അതുപോലെ തന്നെ ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധയിടങ്ങളിലും കർത്താവിന്റെ വേദിയോടെ ബന്ധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ സേവനങ്ങൾ ചെയ്തു വരുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ഒരു വേദ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ തന്നെ തനതായ ശൈലി ദൈവത്തിന്റെ വചനം അനേകർക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പങ്കുവയ്പ്പാൻ കർത്താവിന്റെ ദാസന് ദൈവം വിശേഷ കൃപ കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി നടക്കുന്ന ഈ ആത്മീക കൂട്ടായ്മയിലേക്ക് വിശേഷാല് പ്രിയ സാറിനെ MCPF-ന്റെ പേരിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിലെ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കർത്തദാസനോടുകൂടെ ഒരുമിച്ചായിരിക്കാനായിട്ട് ഇടയായിത്തീരുന്നത് വലിയൊരു അനുഗ്രഹമായി. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവദിനത്തിൽ പങ്കുവയ്ക്കും. 1 മണിക്കൂർ തുടർന്നുള്ള 1 മണിക്കൂർ സമയം ദൈവദിനത്തിന്റെ കേൾവിക്കായി വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ നമുക്കറിയാം, നമ്മള് എല്ലാം ആലയങ്ങളൊക്കെ പലയിടത്തും തുറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ പലരും അങ്ങനെ കടന്നു പോകാനൊക്കെ കഴിയാതെ പ്രത്യേക സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കുന്ന ഈ കൂട്ടായ്മകളെല്ലാം നമ്മുടെ ആത്മീക ബലത്തിന് കാരണമാണ്. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. MCPF-നോടുള്ള ബന്ധത്തിലുള്ള നിങ്ങളുടെ എല്ലാ കൂട്ടായ്മകൾക്കും സ്നേഹത്തിനും വിശേഷം എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഒത്തിരി ദൈവവൃത്യന്മാരെ നേതൃത്വ സ്ഥാനങ്ങൾ വഹിക്കുന്നവരൊക്കെ നമ്മുടെ നടുവിലുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ.
തുടർന്നുള്ള വചന കേൾവിക്കായി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ സമയത്ത് KJ മാത്യു സാറിനെ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. സ്തോത്രം. കർത്താവിന്റെ ധന്യതിരുനാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായതിൽ വളരെയധികം സന്തോഷം. ബഹുമാനപ്പെട്ട എല്ലാ പ്രിയമുള്ളവരെയും യേശുവിന്റെ നാമത്തിന് അഭിവാദനം ചെയ്യുന്നു. കർത്താവദാസൻ പാസ്റ്റർ ഷിൻഡോ അവരുകൾ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കൺവെൻഷൻ സംബന്ധിച്ച് ബന്ധപ്പെടുകയും ക്രമീകരണങ്ങൾ ചെയ്യും. ഞാൻ വാസ്തവത്തിൽ കോഴിക്കോട് വരെയും തിരിച്ചും ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ അവിചാരിതമായിട്ട് ഉണ്ടായ സംഗതികൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ യാത്രാ മണ്ഡലങ്ങൾ പരിമിതപ്പെട്ടു. ശുശ്രൂഷയ്ക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? കർത്താവ് എത്രത്തോളം നമ്മെ നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. പാസ്റ്റർ ഷിൻഡോയെയും MCPFന്റെ ലീഡർഷിപ്പിലുള്ള എല്ലാ ദേവദാസന്മാരെയും ഞാൻ ആദരവോടെ അഭിവാദനം ചെയ്യുന്നു. കുറെ നാളുകളായിട്ട് MCPF എന്ന ഈ ഫോറം ദൈവമക്കളുടെ ഐക്യതയ്ക്കും ഒന്നിച്ചുള്ള സാക്ഷീകരണത്തിനും ആരാധനയ്ക്കും ഒക്കെ മുഖാന്തരമാകുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്ക് പല പാസ്റ്റർമാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വന്ദനം. അപ്പൊ തന്നെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന 2-3 പേരെ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ. കർത്താവദാസൻ പാസ്റ്റർ റിജു അവറുകൾ, അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് വന്ദനം ചെയ്യുന്നു. പാസ്റ്റർ ഇപ്പം കോഴിക്കോട് നിന്ന് പുതുപ്പാടിൽ എപ്പോൾ വന്നു എന്ന് എനിക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. കർത്താവദാസൻ പാസ്റ്റർ MM മാത്യു അവറുകൾ എനിക്ക് വളരെ പ്രിയമുള്ളൊരു ദേവദാസനാണ്. ചെമ്പനോട എന്ന സ്ഥലമാണ് ഞങ്ങൾ രണ്ടുപേരുടെ ജന്മസ്ഥലം. ഞങ്ങള് അയൽവക്കക്കാരായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ പറമ്പിന് തൊട്ടപ്പുറത്തെ പറമ്പ്, ചിലൊരു അന്ന് മതിലൊന്നും ഇല്ലല്ലോ, ഒരു ധാരണയില്ല, അതിർത്തി വെച്ച് തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടി പാസ്റ്ററുടെയും പാസ്റ്റർ പിതാവിന്റെ ഇസാഖച്ചാന്റെയും ഒക്കെ ആണെന്ന് ഞങ്ങൾ അക്കാലത്ത് അവരന്ന് പെന്തക്കോസ് അനുഭവത്തിലല്ല. അതുകൊണ്ട് പാസ്റ്റർ റോയിച്ചൻ, ഞാൻ റോയി എന്ന് വിളിക്കുക, വളരെ ചെറുതായിരുന്നപ്പോൾ മുതല്, എനിക്കൊന്ന് 2-3 വയസ്സുള്ളപ്പോൾ മുതൽ എനിക്ക് അടുത്ത് അറിയാവുന്നൊരു ദേവദാസനാണ്. വർഷങ്ങളിലൂടെ കർത്താവ് തന്നെ നടത്തിയ ഒരു വലിയ ശുശ്രൂഷയും ഒരു വലിയ ലീഡർഷിപ്പും മലബാറിൽ തന്നെ ഏൽപ്പിച്ചതിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചത്. നമ്മുടെ ഗ്രാമത്തിന് അഭിമാനിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ആധ്യാത്മികമായി പരാമർശിക്കുമ്പോൾ. വേറെ ബഹുമാനായ പാസ്റ്റർ ജെയിംസ് അലക്സാണ്ടർ അവറുകൾ പുനലൂര് ഞങ്ങള് ഒരുമിച്ച് അനേക വർഷങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചു വന്നവരാണ്. താൻ ആ ഭാഗത്ത് വന്ന് അവിടെ IPCയുടെ ബന്ധത്തിൽ സെൻട്രൽ ശുശ്രൂഷ ചുമതല വഹിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. പാസ്റ്റർ ജെയിംസിനെ ഞാൻ ആദരവോടെ ഗ്രീറ്റ് ചെയ്യുന്നു. മറ്റെല്ലാ പാസ്റ്റർമാർക്കും വന്ദനം. സഹോദരന്മാരെ ഞാൻ വന്ദനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും സംബന്ധിക്കുന്നതിൽ സന്തോഷം. ഞാൻ ലിസി എബ്രഹാം എന്നൊരു പേര് കണ്ടു. കോഴിക്കോടുള്ള ലിസി ടീച്ചറാണോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആ ദേവദാസിയാണെങ്കിൽ അവർക്കും ഞാൻ വന്ദനം പറയുന്നു. താമരശ്ശേരിയിലാണ് പാസ്റ്റർ ഷിൻഡോ എന്നും താമരശ്ശേരി താലൂക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആകുന്ന ആളാണ്. നിങ്ങൾ ചിലരെങ്കിലും അറിയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ മിക്കവരും താമരശ്ശേരി വരുന്നതിന് മുമ്പ് അതുവഴി പോയ ഒരാളായിരിക്കണം ഞാൻ. ചെമ്മനോട് നിന്ന് ഞങ്ങള് അപ്പച്ചൻ, എൻ്റെ പിതാവ് പാസ്റ്റർ KM ജോർജ് ശിശുടിച്ച നെല്ലിപ്പോയിൽ പുലിക്കയും മീമുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ആ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ട ഒരു മണ്ഡലമാണത്. അവിടെ ഞങ്ങളുടെ പിതാവ് കുറേ വർഷങ്ങൾ 3 സമയങ്ങൾ 3 ടേംസ് ആയിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം അസംസ് ഗവൺമെന്റ് പ്രവർത്തനത്തിൽ അവിടെ ഗംഭീരമായ പുരോഗതി ഉണ്ടായ ഒരു കാലഘട്ടം. സ്നാനക്കടവെന്ന് പേര് കിട്ടിയ ഒരു നമ്മുടെ ആറിന്റെ ഒരു ഭാഗം എല്ലാ ഞായറാഴ്ച സ്നാനം ഉണ്ടായിരുന്ന ഒരു കാലം എൻ്റെ ഓർമ്മയിലുണ്ട്. പഴയ ഒരു കാലം, അത് കേവലം ഓർമ്മകൾ മാത്രമായിട്ട് വെക്കുക. അപ്പൊ ഞങ്ങൾ ചെമ്മനോട് നിന്ന് വന്ന് താമരശ്ശേരിയിൽ ബസ് ഇറങ്ങിയിട്ട് ആദ്യകാലങ്ങളിൽ അടിവാരത്ത് ഇറങ്ങിയിട്ട് 6 മൈൽ ചെമ്പുകടവ് വഴി നടക്കുമ്പോ നെല്ലിപ്പൊയിൽ ചെല്ലാമായിരുന്നു. അങ്ങനെയാ ഞങ്ങളുടെ
ഇളം കാലുകൾ അന്ന് നടന്നാ പോയത്. വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളുടെ കൊച്ചുനാളില്. പിന്നെ കുറെ വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് താമരശ്ശേരി വരെ ബസ് വരും, കൂടത്തായിക്ക് നടക്കും. കൂടത്തായി വരെ നടക്കും, കണക്ഷൻ ഇല്ല. കൂടത്തായിൽ ചെല്ലുമ്പോ ഓമശ്ശേരി വഴി വരുന്ന ബസ്, കൂടത്തായി മൈക്കാവ് കോടഞ്ചേരി വഴി പോകുന്ന ബസ് പിടിക്കാൻ സൗകര്യമായിരുന്നു. അങ്ങനെ കൂടത്തായി താമരശ്ശേരി എനിക്കൊന്നൊരു 1.5 കിലോമീറ്റർ മറ്റായിരിക്കും അല്ലേ, ആ ഭാഗത്ത് ധാരാളം എത്രയോ വർഷങ്ങൾ നടന്നു പോയത് എൻ്റെ ഓർമ്മയിൽ ഉണ്ട് സജീവമായിട്ട്. 24 ഞങ്ങൾ പുതുപ്പാടിയിൽ നിന്ന് ധാരാളം നടന്ന് കുപ്പായക്കോട് കണ്ണവും വഴി കോടഞ്ചേരി വഴി നെല്ലിപ്പയിൽ പോയിട്ടുണ്ട്. പഴയ കാലം ഇപ്പൊ നിങ്ങൾക്കൊന്നും ഊഹിക്കാൻ പറ്റൂല. നടപ്പെന്നുള്ളത് എളുപ്പമല്ലല്ലോ, വണ്ടിയിലെ പിന്നെ സഭായത്തിനും പോവില്ലല്ലോ നമ്മള്. അതുകൊണ്ട് ഇതൊരു പഴയ കാലം, പഴയ ആത്മീയ തീവ്രതയുടെ കാലം, മലബാറിലെ ആധ്യാത്മിക ക്രൗര്യത്തിന്റെ കാലം, വണ്ടിയും കാളയും നോക്കി നിൽക്കാൻ നേരമില്ലാത്ത കാലം, മൈലുകൾ നടന്ന് ആരാധനയ്ക്ക് പോകാൻ നിർബന്ധം എല്ലാവർക്കും ഉള്ള കാലം, സമയം നോക്കാതെ, വാച്ചില്ല, വാച്ചും നോക്കാതെ രാവേറെ ചെന്നാലും ചൂട്ട് കത്തിച്ച് വീശി വീശി മലമുകളിലെ കൊച്ചു കൊച്ചു പുല്ലുമേഞ്ഞ കൂരകൾക്കകത്ത് 12 മണിക്കും 11:30ക്കും ഒക്കെ കയറി ചെല്ലുന്ന കാലം, സഭായോഗത്തിന് 3 മണി 4 മണി കണക്ക് വെക്കാതെ മുന്നോട്ട് പോയ കാലം. ആ കാലത്തിന്റെ ആവേശം ഞാൻ പങ്കുവെക്കുമ്പോ അതിന്റെ ഓർമ്മകൾ എന്നെ താലോലിക്കുമ്പോ നിങ്ങൾക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന എന്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, താമരശ്ശേരിയിൽ അസംബ്ലി കൊണ്ട് പ്രവർത്തനം ആ കാലത്ത് ഒത്തിരി അന്നല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആരംഭിച്ചു. പാസ്റ്റർ TS മാത്യു എന്ന ഒരാൾ വർക്ക് ചെയ്തു. ഹലോ സാറേ, കേൾക്കാമോ? എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണേ, അത് റേഞ്ച് കിട്ടുന്നില്ല. സ്തോത്രം സ്തോത്രം. ജസ്വിൻ മോൻ ഇപ്പോൾ ഒരു പാട്ട് പാടുന്നു. കേൾക്കുന്നുണ്ടോ? Praise the Lord. ഒരു ചെറിയ കോറസ് നമുക്ക് പാടാം പാസ്റ്റർ. അല്ല, കുഴപ്പമില്ല, ഞാൻ റെഡി. നമ്മൾ സമയം കളയണ്ട. താങ്ക് യു. ക്ഷമിക്കണം നിങ്ങൾ, ഇതിവിടെ ഒരു സാധാരണ ഒരു പ്രശ്നമാണ്. നിങ്ങൾ എല്ലാവരും ദയവായി പ്രാർത്ഥിക്കണം. ഞാൻ ആമുഖം അതുകൊണ്ടൊന്ന് നിർത്തി. നമുക്ക് വചനത്തിലേക്ക് ദയവായി ശാന്തമായി പ്രവേശിക്കാം. സമയം കളയണ്ട. ഇൻബിറ്റ്വീൻ ഇങ്ങനെ ഇപ്പൊ മഴയൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ഒരു ചലഞ്ച് ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ കർത്താവിന്റെ മക്കളെ ആത്മാവിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ. 1 ശുശ്രൂഷ, 2 ആരാധന, 3 പ്രാർത്ഥന. ഈ 3 പോയിന്റാണ് ഇന്ന് രാത്രി ഞാൻ പങ്കുവെക്കുന്നത്. ഈ 3 പങ്കുവെക്കലിന് 3 ഭക്തശിരോമണികളെയും കൂടെ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. കേവലം ഒരു വിഷയമായിട്ട് പറയുകയല്ല, 3 ദൈവദാസന്മാർ, ഈ 3 കാര്യത്തിന് ആഹ്വാനമാകുന്ന 3 ഭക്തന്മാരെ ഒന്ന് പ്രസന്റ് ചെയ്ത് സ്വല്പം വ്യാഖ്യാനിച്ച് സമയബന്ധിതമായി ഞാൻ എൻ്റെ ശുശ്രൂഷ ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആരംഭത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം, എൻ്റെ ഭാര്യ റോസമ്മ എന്നോടൊപ്പം ഉണ്ട്, വചനം വായിക്കും. പ്രവൃത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 13-ന്റെ 36-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആരോഗ്യം തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ഓക്കെ,
വചനം നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ബാക്കി അവിടെ നിൽക്കട്ടെ. ഒരു പഴയ കാര്യമാണ്, ഒരു പഴയ ആളാണ്. ഞാൻ ദാവീദിനെ കുറിച്ച് സ്വല്പം മാറി പ്രസംഗിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ പഴമയിൽ നിന്ന്. ആ പ്രസംഗമല്ല ഇന്ന് രാത്രി ഞാൻ ഉദ്ദേശിക്കുക, കാരണം അത് മറ്റൊരു പ്രസംഗമായി പോകാതിരിക്കാൻ വേണ്ടി. ദാവീദിനെ കുറിച്ച് 6 കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഓടി വരാറുണ്ട്. അവയൊന്നും ഇന്ന് രാത്രി ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു വചനം മാത്രം ഞാൻ വ്യാഖ്യാനിക്കുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ശുശ്രൂഷ എന്ന വാക്കൊന്ന് വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. പാസ്റ്റർമാർ കുറെ പേര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഈ ദൂത് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമല്ല, ദൈവമക്കൾ ഈ ദൂത് ഏറ്റെടുക്കാനാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ശുശ്രൂഷ എന്ന വാക്ക് സംബന്ധിച്ച് എനിക്ക് ചെറിയ വ്യാഖ്യാന വ്യത്യാസമുണ്ട്. ജസ്വിനെ ഒരു കോറസ്. എൻ ജീവനേ
വലിയതാണെനിക്ക്. ചേർന്ന് പാടാമോ? അല്പസമയം കർത്താവിനെ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ആരാധന 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 ആരാധന. ഗായക സംഘത്തിന് പ്രത്യേക വന്ദനം. അവരുടെ ഹെൽപ്പ് നമുക്ക് ഇന്ന് ഒത്തിരി ലഭിക്കുന്നൊരു താങ്ക് യു കുഞ്ഞുങ്ങളെ. നിങ്ങൾ ദയവായി ക്ഷമിക്കണം, വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. പിന്നെ പാസ്റ്റർ ഷിൻഡോയോ ജെയിംസ് പാസ്റ്ററോ പാസ്റ്റർ മാത്യു ഒക്കെ ഒന്ന് തയ്യാറായിരിക്കും ഇൻ കേസ് ഇനിയും ഈ അന്തരീക്ഷം ഇങ്ങനെ ആയിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും. ദാവീദ് തല, ഞാൻ ആ വാക്ക് പ്രത്യേകിച്ച് ഇന്ന് സംസാരിക്കുന്നത് കർത്താവിന്റെ വേലക്കാർക്ക് അപ്പുറത്ത് എല്ലാ ദൈവമക്കൾക്കും വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. താമരശ്ശേരിയിലും നമ്മുടെ പേരാമ്പ്രയിലും ഒക്കെ ഉള്ളിയേരിയിലും ഞാൻ സന്തോഷത്തോടെ ആ ഭാഗങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഇടങ്ങളിൽ ഞങ്ങളതിലേക്ക് നടന്നിട്ടുള്ളതാണ്. എൻ്റെ അപ്പൻ പാസ്റ്റർ കെ എം ജോസഫ് മലബാറിൽ 44 കൊല്ലം വർക്ക് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾക്കാർക്കും ഊഹിക്കാൻ മേല സ്ഥലത്താണ് ഇന്ന് കർത്താവ് സഭകളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ്. ഞാൻ ഈ ബോർഡിൽ ഞാനിപ്പോ ഇവിടുത്തെ നിങ്ങളുടെ പേരുകൾ ചിലത് വായിക്കുമ്പോ ഈ ചേട്ടന്മാരുടെ പേരുകൾക്ക് അപ്പുറത്ത് നമ്മുടെ മലബാറിൽ ചേട്ടന്മാരെന്ന് പറയത്തില്ലേ, ഈ മാത്യുവും കുര്യാക്കോസും പോത്തച്ചനും അതുപോലെ ജെയിംസും ഒക്കെ അതിനപ്പുറത്ത് ആമേൻ ഉള്ള മനോഹരമായ പേരുകൾ, പ്രാദേശികമായ പേരുകൾ. ആമേൻ. ആ അനുഗ്രഹിക്കപ്പെട്ട പേരുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഇന്ന് രാത്രി ഞാൻ സന്തോഷിക്കുന്നു. ആമേൻ. ഭയപ്പെട്ട് ആളുകൾ അകന്നു മാറിയ മുസ്ലിങ്ങളോ ഹൈന്ദവരോ അവർ ഏറ്റെടുക്കത്തില്ല, വചനം കേൾക്കില്ല, അവർ തല്ലിപ്പായിക്കും, അവരൊന്നും ഈ കൃപയിൽ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ച പിതാക്കന്മാരുടെ ഒരു തലമുറയുടെ കാഴ്ചപ്പാടിന്റെ പരിമിതി ഞാൻ അവരെ വിധിക്കുന്നില്ല. അവരൊക്കെ കഷ്ടപ്പെട്ടവരാ. പക്ഷെ ദൈവം ഇന്നൊരു വലിയ അത്ഭുതം ചെയ്തിട്ട് ആമേൻ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ജാതി മത വർഗ വർണ്ണ മതിൽക്കെട്ടുകളെ അതിർ വരമ്പുകളെ ആത്മാവിൽ അട്ടിമറിച്ചിട്ട് ആമേൻ ഏത് പൈശാചിക കോട്ടകളെയും അഭിഷേകത്താൽ തകർക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് തെളിയിച്ച യവനക്കാരായ വേലക്കാർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ദർശനം പ്രാപിച്ച ദൈവദാസന്മാർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആരംഭിക്കപ്പെട്ട സഭകൾക്കായി ഇന്ന് രാത്രി ഞാൻ യേശുവിനെ വാഴ്ത്തുമ്പോൾ ഞാൻ ദൈവമക്കളോട് പറയുന്നു, വേല ഞങ്ങൾ കുറച്ച് ഫുൾ കൈക്കാരെ, കുറെ ഫുൾ ടൈംകാരെ, കുറെ വെള്ളക്കുപ്പായക്കാരെ മാത്രം കർത്താവ് ഏൽപ്പിച്ചുവെന്ന് ഇന്ന് രാത്രി ആരും കരുതരുത്.
ആരും കരുതരുത്. ഇന്ന് രാത്രി ദൈവം നമ്മെ എല്ലാവരെയും ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ വിശ്വാസം ഇന്ന് രാത്രി എല്ലാവരുടെയും അകത്ത് ദൈവം നൽകട്ടെ. അതുകൊണ്ട് മിനിസ്ട്രി എന്ന വാക്ക്, ശുശ്രൂഷ എന്ന വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. ദാവീദ് അംഗീകരിക്കപ്പെട്ട ഒരു പുരോഹിതനല്ല, ആ തലമുറയിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രവാചകനല്ല, അവൻ ഒരു മിനിസ്റ്റർ അല്ല, ഏഫോദ് അണിഞ്ഞവനല്ല, ഉറീമും തുമ്മീമും ധരിച്ചവനല്ല, മാർപതക്കം പേറിയവനല്ല, ചുമൽ കണ്ടം വഹിച്ചവനല്ല, പൊന്മണികളും മാതളപ്പടകളും തമ്മിൽ കൂട്ടിമുട്ട് അനുഭവിച്ചവനല്ല, വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചവനല്ല, ഹോളി ഓഫ് ഹോളീസ് ഒരിക്കലും കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ശരാശരിക്കാരനായ ഒരു മനുഷ്യനാണ്. അവനൊരു ലെയ്മനാണ്, ഒരു ആത്മായനാണ്, ഒരു ശരാശരി വിശ്വാസിയാണ്. ആമേൻ. നിങ്ങൾക്കറിയാമല്ലോ, അവൻ ആലയം പണിയാൻ ആഗ്രഹിച്ച് ഒരുപാട് ഛർദിച്ചു വെച്ചപ്പോ ദൈവം അവനോട് പറഞ്ഞു, നാഥാൻ വഴിക്ക് പറഞ്ഞു, നിന്റെ ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ വാഞ്ച എനിക്ക് പ്രിയപ്പെട്ടു, പക്ഷേ നിന്റെ കൈ ഒരുപാട് രക്തം ചിന്തിയതാണ്. ശ്രദ്ധിക്കുക. ആമേൻ. രക്തം ചിന്തി അവന് ആലയം പണിക്ക് അനുവാദം കൊടുക്കാതെ ദൈവം അവനെ വിലക്കി. അവന്റെ മകനാണ് ദേവാലയം പണിതത്. എന്റെ പോൻ ശ്രദ്ധിക്കുക പ്രിയരെ, കേവലം ഒരു ലെയ്മനായി, കേവലം ഒരു വിശ്വാസിയായി ജീവിക്കാൻ ആക്കപ്പെട്ട ദാവീദ്, ജീവിതം മുഴുവൻ രക്തം ചിന്തിക്കൊണ്ടിരുന്ന ദാവീദ്, യുദ്ധങ്ങൾ മാത്രം നടത്തിയ ദാവീദ്, അവന്റെ യുദ്ധമല്ല യഹോവയുടെ യുദ്ധം ചെയ്ത് ജയമെടുത്ത ദാവീദ്, യെബൂസ്യ കോട്ട പിടിച്ചടക്കി അതിനെ യെരൂശലേം എന്ന് നാമകരണം ചെയ്ത് അവിടെ ആസ്ഥാനം ഉറപ്പിച്ച് ആലയത്തിനോട് തത്രപ്പെട്ട് പെട്ടകം കൊണ്ടുവരാൻ ഉത്സാഹം കാണിച്ച ആ വലിയ ദൈവദാസനെ ശുശ്രൂഷകനെന്ന് നാട്ടാര് വിളിക്കത്തില്ല, ലോകം വിളിക്കത്തില്ല, ശമൂവേൽ വിളിക്കത്തില്ല, ഏലി പുരോഹിതൻ വിളിക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവനാണ്. ആമേൻ. കാര്യപ്പെടുത്തി ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താണ്. എല്ലാ സഹോദരിമാരും, എല്ലാ സഹോദരന്മാരും, എവരിബാഡി ആമേൻ, ആമേൻ. ഫുൾ ടൈം വേലക്കാരനെന്ന്, ട്രെയിനിങ് എടുത്തവനെന്ന്, ബൈബിൾ കോളേജിൽ പഠിച്ചവനെന്ന്, BTH BD-കാരനെന്ന്, ഓർഡൈൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞ് അവർക്ക് മാത്രമേ വേല ചെയ്യാനാവൂ എന്ന് ആര് പറഞ്ഞു? ആര് വിചാരിക്കുന്നു? താമരശ്ശേരിയെ, അവൻ നടുവണ്ണൂരിനെ, ബാലുശ്ശേരിയെ, ഷെയ്ദിലെ കൊടുത്തായെ, ഓമശ്ശേരിയെ, അപ്പുറത്ത് നമ്മുടെ മറ്റനേക സ്ഥലങ്ങളെ കർത്താവിന്റെ മഹത്വത്തിനായി പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളെ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രി എല്ലാവരും ഓർത്തോണം. ഒരു ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പാസ്റ്റർമാർക്ക് ഞാൻ പഴയ കാലം പറയും, ഇപ്പൊ കോവിഡ് ഒക്കെ ആണല്ലോ, ഞങ്ങൾ മാസം തോറും പല ദശാംശം കൊടുക്കുന്നുണ്ട്, വരുമാനം കൊടുക്കുന്നുണ്ട്, അവരുടെ ജോലിയായതെന്ന് പറഞ്ഞിരിക്കുന്ന വിശ്വാസിയുള്ള സഭ ഒരിക്കലും വളരുകയില്ല. ആമേൻ. പക്ഷെ പാസ്റ്റർമാർ സ്ഥലം മാറിപ്പോകും. അവര് 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് വന്നവരാ. എന്നാൽ ഞങ്ങളാണ് ഈ സ്ഥലക്കാര്, ഈ സഭ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഈ വേല ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറയാൻ വിശ്വാസികൾ തയ്യാറായാൽ മിനിസ്ട്രിയുടെ കാഴ്ചപ്പാട് ഇന്ന് രാത്രി എത്ര പേർ പ്രാപിക്കും? അവരിലൂടെ കർത്താവ് തിരുസഭയിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ആത്മാക്കളെ കർത്താവ് നൽകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് വ്യാഖ്യാനിക്കുന്നത്. മിനിസ്ട്രി എന്ന ഇംഗ്ലീഷ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് മിനിസ്റ്റീരിയം എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ്. റോമൻ കാത്തലിക് വേർഡ്, ലാറ്റിൻ. കത്തോലിക്കരാണ് ആ വാക്കിന് ഇത്രയും ഗൗരവം കൊണ്ടുവന്നത്. ലാറ്റിനൈസ് ചെയ്ത് മിനിസ്റ്റീരിയം, മിനിസ്റ്റർ, മിനിസ്ട്രി എന്ന വാക്ക് കൊണ്ടുവന്നു. വാസ്തവത്തിൽ ന്യൂ ടെസ്റ്റമെന്റിൽ പറഞ്ഞിരിക്കുന്നത് മിനിസ്ട്രി എന്ന വാക്കല്ല, വേറൊരു ഗ്രീക്ക് വാക്കാണ് ഡയക്കോണിയ എന്ന് പറയും. ഡയക്കോണിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം കാണിക്കാൻ 2-3 പാസേജസ് ഉണ്ട്. ഒന്ന്, കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കിയപ്പോ ആ വെള്ളം പാത്രത്തിൽ കോരിക്കൊണ്ട് വെച്ചവരാണ് ഡയാക്കോനോയ്. ശ്രീഹന്മാര് ഞങ്ങൾ വചനം പ്രസംഗിക്കാൻ പോകും, എനിക്ക് വിളമ്പാനും അരി വിതരണം, ഞാൻ റേഷനിങ് സിസ്റ്റത്തിനും ഒന്നും ഞങ്ങൾക്ക് നേരമില്ല, അതുകൊണ്ട് 7 പേരെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് 7 പേരെ ആക്കി വെച്ച് മാറിയപ്പോ ഈ പണിക്ക് വേണ്ടി ആക്കപ്പെട്ട ശരാശരിക്കാരാണ് ഡയാക്കോണോയ്, അല്ലെങ്കിൽ ഡീക്കൺസ്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ.
അപ്പൊ അതിനെല്ലാം ശ്രദ്ധിക്കണേ. ഓർഡൈൻ മിനിസ്റ്റർ, എപ്പിസ്കോപ്പോസ് എന്നും പോയ്മൻ എന്നും പ്രസ്ബ്യൂട്ടറോസ് എന്ന ഒറിജിനൽ വാക്കുകൾ ന്യൂ ടെസ്റ്റമെന്റിലുണ്ട്. അവയൊന്നും വിളിക്കപ്പെടാതെ ഞാനിപ്പോ റേഷനിങ് കൺട്രോളിംഗ് ഇൻസ്പെക്ടേഴ്സായി ധാന്യങ്ങൾ വിതരണം ചെയ്യാനും തൂക്കിക്കൊടുക്കാനും വേണ്ടി ആക്കപ്പെട്ട, പാത്രത്തിൽ വെള്ളം കോരി വെക്കാൻ വീട്ടിൽ ആക്കപ്പെടുന്ന ശരാശരിക്കാരനായ വിശ്വാസിയെ തിരുവഴുത്ത് വിളിക്കുന്നത് ശുശ്രൂഷകൻ എന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവേ എനിക്ക് ഒരു ശുശ്രൂഷ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ മനസ്സുണ്ടെങ്കിൽ അവരെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഡൈവേഴ്സ് മാനേഴ്സ് ഓഫ് മിനിസ്ട്രി, ഞാൻ ദൈവമക്കളെ കരുതി പറയാണ്. ഓക്കെ, ലേ മിനിസ്ട്രി എന്ന് ഞാൻ വിളിക്കും. ലേ മിനിസ്ട്രി, ലേ ഇവാഞ്ചലിസം, ആത്മായ ശുശ്രൂഷ എന്ന് വിളിക്കും. 1 പത്രോസ് 4-10 1 പത്രോസ് 4:10 ഞാൻ ഉദ്ധരിക്കുന്നു. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവീൻ. ആ വാക്ക് ശ്രദ്ധിക്കണേ, അത് പാസ്റ്റർമാർക്കുള്ള ദൂതല്ല, വിശ്വാസിക്കുള്ള ദൂതാണ്. അന്യോന്യം ശുശ്രൂഷിക്ക് ദൈവം നിങ്ങൾക്ക് വിവിധ വരങ്ങൾ തന്നിട്ടുണ്ട്. അടുത്ത വാക്യം നോക്ക്. അടുത്ത വാക്യം, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെ. പാസ്റ്റർ മാത്യു, പാസ്റ്റർ ജെയിംസ്, KJ മാത്യു ഒക്കെ വചനവുമായി നിൽക്കുമ്പോൾ ആമേൻ, അവിടെ ഒരു ദൂതുണ്ട്. ദൈവത്തിന്റെ അരുളപ്പാട് പറയാനാ ദൈവം ഞങ്ങളെ അഭിഷേകം ചെയ്തത്. ആമേൻ. സഭയിലെ മുതലാളി, ഉദ്യോഗസ്ഥൻ, ബാങ്ക് ജീവനക്കാരൻ, ഒക്കെ ഇൻകം ടാക്സ് ഓഫീസർ, ചിലപ്പോൾ മാസം 2000 രൂപ തരുന്ന കക്ഷിയായിരിക്കും. അവന്റെ മുഖം നോക്കി വചനം പറയാൻ അല്ല ദൈവം ഞങ്ങളെ വിളിച്ചത്, ദൈവത്തിന്റെ അരുളപ്പാട് പ്രഖ്യാപിക്കാനാണ്. ആമേൻ. സൗകര്യം ഉണ്ടെങ്കിൽ നിൽക്കും, ഇല്ലെങ്കിൽ വിട്ടു പൊയ്ക്കോണം. കർത്താവിന്റെ ദാസനെ, KJ മാത്യുവിനെ, MM മാത്യുവിനെ വചനവുമായി ദൈവം നിർത്തുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച് മുഖം നോക്കാതെ അത് വിളിച്ചു പറയാനാണ്. ആമേൻ. അതാണ് ദൈവം ഞങ്ങളെ വിളിച്ച വിളി. ആ വിളി നിവർത്തിക്കാനാ കർത്താവ് നമ്മോട് ഇന്ന് രാത്രി ആവശ്യപ്പെടുന്നത്. എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. ശുശ്രൂഷിക്കുന്നു, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു. നോക്കൂ, 1 പത്രോസ് 4:11 വാക്യം. ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ശുശ്രൂഷിക്കട്ടെ. അപ്പം നേരത്തെ പറയുന്ന പാസ്റ്റർമാർക്ക് വേണ്ടിയാ. ഏത് വചനം പറയുന്നെങ്കിൽ അരുളപ്പാട് ഇടിവെട്ടുന്ന പോലെ വചനം പറയണം. ആമേൻ. ഇനി മിനിസ്ട്രി ചെയ്യുന്നെങ്കിൽ, ഡിയാക്കോണിയ ചെയ്യുന്നെങ്കിൽ, ശുശ്രൂഷിക്കുന്നെങ്കിൽ, ആമേൻ, അത് പ്രസംഗമാവണമെന്നില്ല, അത് പ്രവചനമാവണമെന്നില്ല. സഹോദരി സഹോദര, നിങ്ങളുടെ സഭയിൽ പാപിരിക്കുന്നത്, തൂത്തുവാരുന്നത്, മിറ്റം അടിക്കുന്നത്, അവൻ വെള്ളം കോരിക്കൊണ്ട് വരുന്നത്, മാസയോഗത്തിന് ഒരിക്കൽ പോലും സ്റ്റേജിൽ വരാനോ പുറത്തു വരാനോ കഴിയാതെ കൈലിമുണ്ട് കൂടി തലേക്കെട്ടും കെട്ടി ചെമ്പും കുട്ടകത്തിലും വേഗം അരി ഇളക്കി ഇറച്ചി അറിഞ്ഞു ഒക്കെ ചെയ്യുന്ന പണിയില്ലേ, അതാ ദൈവസഭയ്ക്ക് ഒരു വലിയ മിനിസ്ട്രി വിളിച്ചിരിക്കുക. കരമൂർത്തി ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്ന എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. എനിക്കൊരു ശുശ്രൂഷയുണ്ട്. കർത്താവ് എന്നെ അതിനു വേണ്ടി വിളിച്ചു. ഞാൻ ശരാശരിക്കാരനായി ജീവിച്ചു മരിക്കേണ്ടവനല്ല. എന്റെ സഭയിൽ കർത്താവ് എനിക്ക് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് എല്ലാ വിശ്വാസിയും ഇന്ന് രാത്രി വിശ്വസിക്കട്ടെ. അവരെ കൊണ്ടാണ് ദൈവസഭയെ ദൈവം പണിയാൻ പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. പാസ്റ്റർ മാത്യുവും പാസ്റ്റർ ജെയിംസും എല്ലാം കേൾക്കണേ ഞാൻ ഈ പറയുന്ന സംഗതി. സഹോദരന്മാരെ, എന്നോട് പൊറുക്കണം നിങ്ങൾ. ഞാൻ കുറച്ച് പ്രായമുള്ള ഒരു പാസ്റ്ററാണ്. പക്ഷെ 43 ശുശ്രൂഷ എന്നോട് പറയുന്നു, ചലഞ്ചിങ് ആണ് ഇന്ത്യൻ സിറ്റുവേഷൻ. സഹോദരങ്ങളെ, ആമേൻ. എനിക്ക് അറിയാൻ മേല, കഴിഞ്ഞാലെന്താവും എനിക്കറിയാൻ മേല. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞങ്ങളെ പോലെ ഫുൾ ടൈം വേലയ്ക്ക് വിളി കേട്ട് വർഷങ്ങൾക്കപ്പുറത്ത് മുന്നോട്ട് വന്ന കുറെ പേർക്ക് ഇനിയും അധികം കാലം ചെയ്യാനില്ല ഇവിടെ. പകരം ഇവിടെ എതിർപ്പുള്ള ഇന്ത്യയില്, വർഗീയ കാളകൂടം തീ തുപ്പുന്ന ഇന്ത്യയില്, അവിശുദ്ധ കൂട്ടുകെട്ട് അനവധിയാകുന്ന ഇന്ത്യയില്, വർഗീയത വല്ലാതാകുന്ന ഇന്ത്യയില് ഇനി ഫുൾ ടൈം പാസ്റ്റർമാരും
ആമേൻ. വലിയ പള്ളികളും ഹോളുകളും ആലയങ്ങളും ഒന്നും അധികം നാൾ ഉണ്ടാവില്ല. ഞാൻ വിശ്വസിക്കുന്നത് പുരാതന കാലം പോലെ രഹസ്യ സഭകളും അണ്ടർഗ്രൗണ്ട് ചർച്ചസും ഭവന സഭകളും രംഗത്ത് വരാൻ പോകുകയാണ്. ആമേൻ. ഉദ്യോഗസ്ഥന്മാരെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. വിശ്വാസികളെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുകയാണ്. സൗദി അറേബ്യ പോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെ ആർക്കും തടയാൻ മേലാതെ അവനവന്റെ കൊച്ചു വീട്ടിനകത്ത് ആലയമാക്കി ആരാധനയ്ക്കായി 10-25 പേർക്ക് കയറി വരാൻ കഴിയുന്ന ത്യാഗോജ്ജലമായ മണ്ഡലങ്ങളെ ഒരുക്കുന്ന ആമേൻ ഫുൾ ടൈം വേലയെന്ന വിളി ചിലപ്പോൾ ഏറ്റെടുത്തില്ലെങ്കിലും ഉദ്യോഗത്തിനൊപ്പം കർത്താവിന്റെ ധീര സാക്ഷികളായി മാറുന്ന 1000 പേരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൂത് ശക്തമായി വിളിച്ചു പറയുന്നു. നമ്മുടെ പരിസരങ്ങളില് ഒരുപാട് ജോലിക്കാരെ, ഒരുപാട് കർഷകരെ കർത്താവ് ശക്തന്മാരായ വേലക്കാരായി അവരെ കുടുംബങ്ങളുടെ ഉൾമുറികളെ ആരാധന മന്ദിരങ്ങളാക്കി ദൈവം മാറ്റുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാനൊരു വെളിപ്പാട് വിളിച്ചു പറയുന്നു. അതിനുവേണ്ടി ആശയോടെ കാത്തിരുന്നോളുക. കർത്താവിനെ ശുശ്രൂഷിക്കാൻ ദൈവസഭ തയ്യാറായിക്കൊള്ളുക. അവരിലൂടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ദേവദാസന്മാരോടും പറയുന്നു, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഞാൻ ആ ഭാഗം പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, നിങ്ങൾക്കറിയാലോ, പഴയ രാജാക്കന്മാർ സദസ്സിൽ കുറെ അഡ്വൈസേഴ്സ് ഉണ്ട്, ഡിപ്ലോമാറ്റ്സ്. വിക്രമാദിത്യ സദസ് കേട്ടില്ലേ? നമ്മൾ സോഷ്യൽ സ്റ്റഡീസില് വിക്രമാദിത്യ മഹാ സദസ് ഉണ്ടായിരുന്നു. വരാഹമികരൻ, വരരുചി, കാളിദാസൻ എന്നൊക്കെ പറയുന്ന വലിയ വലിയ നവരത്നങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. പൂർവകാല രാജാക്കന്മാർക്കെല്ലാം ഒരു വിദ്വൽ സദസ്സുണ്ട്, ഒരു വിദ്വൽ സദസ്. എല്ലാ മേഖലയിലും വൈഭവമുള്ള മികവുള്ള ആളുകളെ പിക്ക് ചെയ്ത് അവരാണ് രാജാവിന് ഓരോ ഏരിയയിൽ അഡ്വൈസ് കൊടുക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ശാസ്ത്ര ഉപദേഷ്ടാവുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അഡ്വൈസേഴ്സ് ഉള്ളതുപോലെ. ദാവീദിന്റെ കാലത്ത് 2 പ്രധാനപ്പെട്ട വിദ്വാൻമാര്, വൈഭവമുള്ള എക്സ്പേർട്സ്, ഉപദേശകന്മാരുണ്ടായിരുന്നു. നിങ്ങൾ പുസ്തകത്തിൽ വായിക്കുന്നു. ഒരാളുടെ പേര് അഹീത്തോഫൽ, അറിയാലോ. ഓക്കെ, അബ്ശാലോമിന് ആലോചന പറഞ്ഞ് പെസകിയപ്പോ പോയി ആത്മഹത്യ ചെയ്ത കെട്ടിയാഞ്ചത്ത മികച്ച അഡ്വൈസറായ അഹിത്തോഫൽ. രണ്ടാമത്തെ ആള് ഹൂഷായിയുടെ അഡ്വൈസ് ആണെന്ന് അവിടെ ജയിച്ചത്. നിങ്ങൾക്കറിയാം, ഇവർ രണ്ടും മികച്ച രാജാവിന്റെ അഡ്വൈസറി ബോർഡിലെ മികച്ച 2 കരുത്തന്മാരാണ്. എനിക്കറിയാം, ഞാൻ ആത്മാവിൽ കാണുന്നു, ദാവീദ് ഇടയ്ക്കിടയ്ക്ക് ഈ രാജസദസ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവരെ വിളിച്ചു കൂട്ടുമ്പോ അവരുടെ അഭിപ്രായങ്ങൾ രാജാവ് ചോദിക്കും, ഹുഷായ് എന്ത് പറയുന്നു അങ്ങ്? അഹിത്തോഫേൽ, താങ്കൾ ഒരു മികച്ച വിജ്ഞാനം പങ്കുവെച്ചാട്ടെ. അവർ ചില കാര്യങ്ങൾ പറയും. ദാവീദ് ഭംഗിക്ക് വേണ്ടി ഇംഗ്ലീഷ് പറയത്തില്ല, ഓസം, ഗ്രേറ്റ്, ഓ ഉഗ്രൻ, എന്തൊരു ഐഡിയ എന്നൊക്കെ വിളിച്ചു പറയും കക്ഷി. കാരണം അവർക്കൊരു സന്തോഷം തോന്നണമല്ലോ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? ഓക്കെ, പക്ഷെ എനിക്കൊരു കാര്യം ആത്മാവിൽ വെളിപ്പാടായിട്ട് പറയാൻ കഴിയും. ഞാൻ ദാവീദ് സംഘത്തിനെല്ലാം വായിക്കുമ്പോൾ ആത്മാവിനോട് പറയുന്നു, ഈ അഭിപ്രായമൊക്കെ പറഞ്ഞ് മിനിസ് ബുക്കിനകത്തും എഴുതിപ്പിച്ചിട്ട് രാജാവ് വീട്ടിൽ വരും. തന്റെ അരമനയിൽ മറ്റാരും കേറാത്തൊരു മുറി തനിക്കുണ്ട്. അതെന്റെ പ്രാർത്ഥനാ മുറിയാണ്. ആ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കി ആ ഭക്തശിരോമണി ദൈവത്തോട് കരയും. എന്നിട്ട് അഹിത്തോഫേൽ പറഞ്ഞ അവിടെ നിൽക്കട്ടെ, ഹൂഷായുടെ വെളിപ്പാട് അവിടെ നിൽക്കട്ടെ. എന്റെ കർത്താവേ, അങ്ങനോട് എന്താ കൽപ്പിക്കുന്നെന്ന് ആത്മാവിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന അവൻ പ്രാപിക്കും. എന്നിട്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യും. ആമേൻ, ആമേൻ. പ്രസ്ബിറ്ററി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ലീഡർഷിപ്പ്, സെൻട്രൽ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ലീഡേഴ്സ് നമ്മോട് എന്തും പറയട്ടെ. ഞാൻ ഭക്തന്മാരോട് ഇന്ന് രാത്രി ദൂത് പറയുന്നു, പാസുമാരോട് ദൂത് പറയുന്നു, ആരെയും നാം നിഷേധിക്കണ്ട. ഫൈൻ വിത്ത് us. പക്ഷെ മുട്ടുമടക്കി കരയാൻ മനസ്സുണ്ടെങ്കിൽ, കർത്താവേ, ഈ വിഷയത്തിൽ എന്റെ സെൻട്രൽ, എന്റെ ലോക്കൽ സഭയിൽ, എന്റെ ഇമാൻഷൻ ഡിപ്പാർട്ട്മെന്റില് നാളത്തെ വിഷയത്തിൽ എന്റെ കർത്താവിന്റെ ആത്മാവിനോട് വ്യക്തമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ, കർത്താവിന്റെ ആത്മാവ് ആലോചനയിൽ വലിയവൻ ദൂത് പറയാൻ പോകുകയാണ്. ആ ആലോചനയ്ക്ക് ശിരസ്തമിച്ചാൽ ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. അതിനായിട്ട് കർത്താവ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുക.
തന്റെ തലമുറയിൽ, ഞാൻ ആ ഭാഗം വ്യാഖ്യാനിക്കാറുണ്ട് സഹോദരങ്ങളെ. തലമുറ നമുക്കിന്ന് ചാലഞ്ചിങ് അല്ലെ. തലമുറയെ കുറിച്ച് നമ്മൾ ഒത്തിരി പഴിക്കാറുണ്ട്. മോശം തലമുറ, അമേരിക്കനൈസ്ഡ്, ആംഗ്ലിക്കനൈസ്ഡ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ വ്യാപനം, മൊബൈൽ കണക്ടിവിറ്റി, ഇവിടുത്തെ ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, പിന്നെന്താ വാട്സാപ്പ്, ട്വിറ്റർ, ഇതൊക്കെ നമ്മുടെ പിള്ളേർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒത്തിരി കംപ്ലൈൻസ് ഉണ്ട്. നമ്മൾ പറയും ഇതെല്ലാം കൂടെ മിസ്യൂസ് ചെയ്യുക, ഈ പിള്ളേർ ആകെ കുഴഞ്ഞു നിൽക്കുക, തലമുറ പെശക എന്നൊക്കെ പറയും. ഞാൻ ന്യായീകരിക്കുകയല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറയുന്നത്, തലമുറയെ പഴിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് അനുവാദമില്ല. നോ, കർത്താവ് നമ്മെ അനുവദിക്കുന്നില്ല. ആമേൻ. ഈ തലമുറയിൽ വന്നുപോയല്ലോ കടവുളെ എന്ന് പറയരുത് ആരും. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, തലമുറയ്ക്ക് പ്രതികൂലമുണ്ട്, തലമുറയിൽ പോരാട്ടമുണ്ട്. ഈ തലമുറ വക്രതയും കോട്ടവും നിറഞ്ഞതാണ്, നോ ഡൗട്ട്. പക്ഷെ ഈ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചാക്കിയിരിക്കുകയാണ്. ആമേൻ. ഈ തലമുറയിൽ ശുശ്രൂഷിക്കാൻ, ലിസൺ, ഈ തലമുറയെ നേടാൻ, ആമേൻ, ഈ തലമുറയുടെ മധ്യത്തിൽ അനിന്യരും പരമാർത്ഥങ്ങളുമായി ജീവിക്കാൻ, ശുശ്രൂഷിക്കാൻ ഈ തലമുറയിൽ ദൈവം നമ്മളെ വിളിച്ചു വന്ന ഉറപ്പുണ്ടെങ്കിൽ ഈ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കാൻ ദൈവ കൃപ തരാൻ പോകുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, കർത്താവിന്റെ ദാസന്മാരെ, D.L. മൂഡി മികച്ച മിഷനറി, അഡോണിറാം ജാക്സൺ, C.T. സ്റ്റാഡൻ, A.B. സിംസൺ, A.A. ബോറി, ലീഡേഴ്സ്, C.S. സ്പർജൻ, നിങ്ങൾ വായിച്ചറിയുന്ന മഹാരഥന്മാർ, വമ്പൻ പ്രസംഗികൾ, 1000 പേരെ കൃപയിലേക്ക് നയിച്ച ആളുകൾ, അവർക്കായിട്ട് സ്തോത്രം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവരുടെ തലമുറയിലല്ലോ ദൈവം നമ്മെ കൊണ്ടുവന്നത്. കർത്താവേ, ഈ തലമുറയിൽ ജനിക്കാനും ഈ തലമുറയിൽ ജീവിക്കാനും ഭാഗ്യത്തിനാൽ സ്തോത്രം എന്ന് പറയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വെസ്ലിയൻ റിവൈവൽ, മെത്തഡിസം, ഹോൾനെസ് മൂവ്മെന്റ് ഹിസ്റ്ററിയുടെ ഊളിയിടുകയാണ്. കർത്താവേ, അതിലല്ലോ എന്നെ ആക്കിയത്. ആത്മാവിനെ പാഠം 901 ജനുവരി മാസം 1 തീയതി മുതൽ വെളിപ്പെട്ട ആധുനിക പെന്തക്കോസ്റ്റ് മൂവ്മെന്റിന്റെ, മോഡേൺ പെന്തക്കോസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായി അവരെക്കാൾ വ്യത്യസ്തനായി, മൂടിയേക്കാൾ വ്യത്യസ്തനായി, സ്പർജനേക്കാൾ വ്യത്യസ്തനായി എന്റെ നാവ് കൊണ്ട്, എന്റെ ആത്തരം കൊണ്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമാറ്, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമാറ് ഈ തലമുറയിൽ എന്നെ ജനിപ്പിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രമെന്ന് ഈ രാത്രി എല്ലാവരും പറഞ്ഞ് ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവേ, എന്റെ ബലഹീനമായ ആദരം കൊണ്ട്, എന്റെ നാവ് കൊണ്ട്, എന്റെ കണ്ണനാള് കൊണ്ട് അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുമാറ് ഈ തലമുറയിൽ ജനിക്കാൻ, ഈ തലമുറയിൽ ജീവിക്കാൻ, ഈ തലമുറയിൽ ശുശ്രൂഷിക്കാൻ ഭാഗ്യം തന്നല്ലോ എന്ന് ഇന്ന് രാത്രി നന്ദിയോടെ എല്ലാവരും ഓർക്കണം. പഴിക്കരുത്, വിമർശിക്കരുത്, ശപിക്കരുത്. ഈ തലമുറയിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുക. ഈ തലമുറയിൽ ഒരു ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കരപൂർത്തി എത്ര പേർ സമർപ്പിക്കുന്ന രാത്രി? എത്ര പേർ കരണീയത്തിൽ കർത്താവിന് മുമ്പാകെ എത്ര പേർ സമർപ്പിക്കും? ഈ തലമുറയ്ക്കായി കർത്താവ് എന്നെ വിളിച്ചു. ഈ തലമുറയിൽ ദൈവം ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഓ റബ ഷിഖമന റിഗ ഔഡബല ഖമന റിയാദലബഷ. തലമുറയെ പഴിച്ച്, തലമുറയെ പഴിച്ചിരിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. ഈ തലമുറയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ. ആമേൻ. ഈ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കാനാ കർത്താവ് നമ്മെ വിളിച്ചത്. ഞാൻ പിന്നെ ആവർത്തിക്കുന്നു, ഞാൻ പാസ്റ്റർമാർക്ക് വേണ്ടിയല്ല പ്രൈമർലി സ്പീക്കിംഗ്. ഈ ദൂത് ദൈവദാസന്മാർക്ക് വേണ്ടിയല്ല ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഈ ദൂത് എല്ലാവരോടും സംസാരിക്കുക. വിശേഷാൽ വിശ്വാസികളാ എന്നെ ശ്രദ്ധിക്കേണ്ടത്. ആമേൻ. ഒരു ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ബ്രദർ, സിസ്റ്റർ, നിങ്ങളെ കർത്താവ് ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കത് അറിയത്തില്ല, നിങ്ങൾ അത് അറിയുന്നവരാ അല്ലെ? പ്രാർത്ഥിച്ച് തിരിച്ചറിഞ്ഞോണം. എനിക്ക് ഒരു ജോലിയില്ല, പോയിരുന്ന് ചുമ്മാ കൈയടിച്ച് പാട്ടും പാടി ഒത്താരണ്ടും മറുഭാഷയും പറഞ്ഞ് ദശാംശത്തിന്റെ ഒരു ഭാഗവും കൊടുത്ത് പോരാമെന്ന ഒരു ശരാശരി വിളി അല്ല സഹോദര നിങ്ങൾക്കുള്ളത്, സഹോദരി നിങ്ങൾക്കുള്ളത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വ്യത്യസ്തമായ ഒരു വിളി നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി, ദേശത്ത് ഒരു അത്ഭുതമാക്കി നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. അറിയാം, ശ്രീബ ജേക്കബ് ഇവിടെ ഞാൻ കാണുന്നു. ശ്രീബയ്ക്കൊക്കെ അറിയാം, ഗൾഫ് സിറ്റുവേഷനിലൊക്കെ
സൗദിയിലൊക്കെ പോയി, ഞാൻ അവിടെ പോയിട്ടില്ല, പോയിട്ടുള്ളതൊക്കെ അറിയാം. അവിടെയൊക്കെ ഫുൾ ടൈം പാസ്റ്റർമാർ ഇപ്പം 1-2 പേരെ കഷ്ടിച്ചുണ്ടെന്ന് തോന്നുന്നു, അല്ലെ ഫുൾ ടൈം ഏർപ്പാടേ ഇല്ല. അസംബന്ധി കൊണ്ടൊരു സഭയുണ്ട് ബഹറില്, പാസ്റ്റർ PM ജോയ്, 450 പേർ ആരാധിക്കുന്ന ഒരു സഭ. അദ്ദേഹം 45 കൊല്ലമായി ഫുൾ ടൈം ജോലിക്കാരനാണ്. 40 കൊല്ലം ഒരു വലിയ കമ്പനിയുടെ ഒരു മാനേജറാണ്. പ്രായം ഇപ്പൊ 72 കമ്പനിക്കാർ പുള്ളിയെ വിടുന്നില്ല, അല്ലെ പുള്ളിക്ക് പോകുന്നതിന് വിടാത്തത് നന്നായി. കാരണം അസംബന്ധി കോഡിന്റെ ബഹറിൽ ആ സഭയ്ക്ക് നല്ല ലീഡർഷിപ്പ് ദൈവം തന്നെ അഭിഷേകം ചെയ്തിരിക്കുക. എനിക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരാളുടെ കാര്യം പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവരെല്ലാം ജോലിക്കാരാണ്, പക്ഷെ ജോലിക്കൊപ്പം കർത്താവ് അത്ഭുതമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ജോലി ടൈം കഴിഞ്ഞ് വൈകുന്നേരം വണ്ടി എടുത്ത് 2, 3, 4, 5 മണിക്കൂർ ഭാര്യയെ കൂട്ടി ഭവനങ്ങൾ വിസിറ്റ് ചെയ്ത് കർത്താവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കുക അവര്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലോകത്ത് അത്ഭുതങ്ങൾ ചെയ്തത് അനേകം ഇങ്ങനെയുള്ള ദൈവമക്കളാണ്. ആമേ. അല്ല ഫുൾ ടൈംകാരല്ല. അവിടെ ഈ രാത്രി എന്റെ ദൂത് MCPP മെമ്പേഴ്സായ എല്ലാവരും ആമേ ഒരു ശുശ്രൂഷയുടെ വെളിപ്പാട് പ്രാപിച്ച് ഈ തലമുറയിൽ വെല്ലുവിളി ഒത്തിരി ഉണ്ടെന്നും ഇനിയും വെല്ലുവിളി വർദ്ധിക്കുമെന്നും അറിഞ്ഞ് ഞങ്ങൾ ഫുൾ ടൈംകാരെ കേട്ടാത്ത വീടുകളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. സഹോദരി സഹോദര, ഞങ്ങൾ മീശമടിയന്മാര് ക്ലീൻ ഷേവുകാർക്ക് പോകാൻ മേലെ തിടുന്ന മീശക്കാരെ നിങ്ങൾക്ക് കയറാൻ പറ്റും. പാസ്റ്റർ റോയ്ക്കും കയറാൻ പോകും, പാസ്റ്റർ മാത്യുവിന് നല്ലൊരു താടിയൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെന്റിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് മീശ പഠിക്കാനൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾ ക്ഷമിക്കണം, ഏജിക്കാരും എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ പാസ്റ്റർമാര് ക്ലീൻ ഷേവ് ചെയ്യാം, നിങ്ങൾ വിശ്വാസ സൗകര്യത്തിന് മീശയൊക്കെ ഫിറ്റ് ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ലോകത്തെ ഇമ്പാക്ട് ചെയ്യാണ്ട് യു ക്യാൻ ഇൻഫ്ലുവൻസ് ദ വേൾഡ് അറൗണ്ട് യു. ആമേൻ. പരിസരങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആമേൻ. ഞങ്ങൾ വെള്ളം ഉടുപ്പിടാം, നിങ്ങൾ കളർ ഉടുപ്പിട്ടു, വരയും കുറിയും ഒക്കെ ഉണ്ടായിക്കോട്ടെ, there's no problem. ആമേൻ. പക്ഷെ കൃപയിലായിരിക്കണം. വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ദൈവ കൃപ വ്യാപരിക്കണം. ആമേൻ. കാൽ വെക്കുന്ന മണ്ഡലത്തിൽ അഭിഷേകം ജ്വലിക്കണം. ആമേൻ. നിങ്ങളുടെ വായിൽ, നിങ്ങളുടെ ആദരത്തിൽ, നിങ്ങളുടെ നാവിൽ ദൈവശക്തി വ്യാപരിക്കണം. ആമേൻ. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് നിങ്ങളുടെ സഹോദരനോട്, കൂട്ടുകാരനോട്, അവന്റെ മതമേതുമാകട്ടെ, ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങളുടെ ജീവിതം ഒരു പെന്തക്കോസ്റ്റ് ഐഡന്റിറ്റി തെളിയിച്ചിട്ട് പെന്തക്കോസ്റ്റിന്റെ വ്യക്താവെന്ന് ജനം നിന്നോട് ചോദിച്ചറിയുമാർ ഒരു അത്ഭുതത്തിന്റെ വ്യക്താവായി ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന പാടത്തും പറമ്പത്തും അവൻ വിശ്വസ്തയോടെ ജോലി ചെയ്യാൻ കർത്താവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. ആ ജോലി കൊണ്ട് കർത്താവിനെ സാക്ഷിക്കാൻ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ആമേൻ. എനിക്ക് ദൈവം തന്ന വെളിപ്പാട് ഇല്ലേ ഈ ഇവാഞ്ചലിസത്തെ കുറിച്ച് ശക്തമായി സംസാരിക്കാൻ, ആത്മാരുടെ ശുശ്രൂഷ, വിശ്വാസികളുടെ മിനിസ്ട്രിയെ കുറിച്ച് ഒന്ന് അടിവരയിടാൻ എനിക്ക് പ്രകാശനം ഉള്ളത്. അതുകൊണ്ട് മിനിസ്ട്രി എന്ന ഭാഗം സംബന്ധിച്ച് ഞാൻ ഓർപ്പിച്ച് അവിടെ അങ്ങനെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ആ ഏരിയ. എന്നിട്ട് സമയം നന്നായി പോയി എന്ന് ഉറപ്പുള്ളത്. എനിക്കൊന്ന് 8:20 വരെ എങ്ങാണ്ട് ഭാഷ പറഞ്ഞത് ശരിയാണെങ്കിൽ 8:20 എനിക്ക് നിർത്തിയാൽ മതി. നോക്കട്ടെ, ഞാന് അല്ലെ 8:15 ഞാൻ 7:20 തുടങ്ങിയിട്ടുള്ളേ. രണ്ടാമത്തെ കാര്യം, ഞാൻ 3 കാര്യങ്ങളിൽ നിന്ന് 3 വ്യക്തികളെ ഒന്ന് ഉദാഹരിച്ച് 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ പറയാമെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. മിനിസ്ട്രി, ശുശ്രൂഷ എന്ന കാര്യം ദാവീദിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ട് ഞാൻ ഇനിയും നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ക്ഷണിക്കണ മണ്ഡലം ആരാധന എന്ന മണ്ഡലമാണ്. അതിന്റെ ഉദാഹരണം എല്ലാത്തിനും എക്സാമ്പിൾ ആകുന്ന പൗലോസ്ലീഹയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ പൗലോസ് എല്ലാത്തിനും എക്സാമ്പിൾ ആണ്. ഞാനിവിടെ ആരാധനയ്ക്ക് പൗലോസിന്റെ ഒരു ഉദാഹരണം ഒന്ന് ചൂണ്ടിക്കാണിക്കുക. റോമർ 1:10 വാക്യം ഞങ്ങൾ വായിക്കുന്നു. റോമർ 1:10. ജീസസ്. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. കോണ്ടെക്സ്റ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല, അതിന് നേരം നമുക്കില്ല. ഒറ്റ വാക്ക് മാത്രം ഓർക്കുക, ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ആരാധനയെ കുറിച്ച് 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ വ്യാപാരമുണ്ട്. അത് എല്ലാവരും തിരിച്ചറിയണം. നമ്മളെപ്പോഴും ആരാധന പരിശുദ്ധാത്മാവെന്ന് മാത്രം അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ഉണ്ട്, അത് വേറെ. നമ്മുടെ ട്രൈക്കോട്ടമി എന്ന് പറയും ഇംഗ്ലീഷിൽ.
ത്രിമാന മണ്ഡലം. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ അസ്തിത്വത്തിന്റെ 3 മണ്ഡലങ്ങൾ. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. നിങ്ങൾക്കത് അറിയാം, ഞാൻ വ്യാഖ്യാനിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ഹ്യൂമൻ ട്രൈക്കോട്ടമസ് ആണ്, ത്രിമാന അസ്തിത്വം ഉള്ളവനാണ് എന്ന് പൊതുവെ ഭാഷാപരമായി പറയും. നമുക്ക് ദേഹമുണ്ട്, നമുക്ക് ദേഹിയുണ്ട്, നമുക്ക് ആത്മാവുണ്ട്. എന്നാൽ ഈ 3 മണ്ഡലങ്ങളും ഒന്നുപോലെ ആരാധനയിൽ ഉപയോഗിക്കപ്പെടേണ്ടതാണ്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആരാധനയ്ക്ക് ഇവിടെ മികച്ചൊരു വെളിപ്പാട് പൗലോസ്ലീഹ നൽകുകയാണ്. ഇവിടെ പറയുന്നു, ഞാൻ എന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. ആ ആത്മാവ്, ശ്രദ്ധിക്കണേ, ആ ആത്മാവ് ഒരിക്കലും ദൈവാത്മാവല്ല. ദൈവാത്മാവിന്റെ ആരാധന ഫിലിപ്പിയർ 3:3 അത് നിങ്ങൾ സമയം പോലെ നോക്കിയാൽ മതി, ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഫിലിപ്പിയർ 3:3 അവിടെ ദൈവദാസൻ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസിയോട് പറയുന്നു, നാമല്ലോ ദൈവത്തെ തന്റെ ആത്മാവ് കൊണ്ട്, ദൈവത്തെ തന്റെ ആത്മാവ് കൊണ്ട്. അവിടെ വളരെ ക്ലിയർ ആണ്, ദൈവത്തെ നാം ആരാധിക്കുന്നത് തന്റെ ആത്മാവ് കൊണ്ടാണ്. തന്റെ ആത്മാവ് ഏതാ? പരിശുദ്ധാത്മാവാണ്. അപ്പൊ അതാണ് പെന്തക്കോസ്തിന്റെ ആരാധന. ഓക്കെ, ഞാൻ പറയാറുണ്ട് പാസ്റ്റർ റോയ്, ഞാൻ പറയാറുണ്ട്, എന്റെ നിർബന്ധം പറയാറുണ്ട്, പെന്തക്കോസ്തിന്റെ ബോർഡ് വെച്ച മുഴുവൻ പള്ളി, ഓക്കെ, IPC ആയാലും IPCക്കകത്ത് പെന്തക്കോസ് ഉണ്ട് ഭാഷാപരമായി. അസംസക്കോൺ എന്നതിനകത്ത് പെന്തക്കോസ് വരുന്നില്ല ഭാഷയിൽ, പക്ഷെ അത് പെന്തക്കോസ് സഭയാണ്. ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൻ, ന്യൂ ഇന്ത്യ, ഇതെല്ലാത്തിന്റെ ഐഡന്റിറ്റി പെന്തക്കോസ് ആണ്. ഓക്കെ, ഞാൻ ചിലപ്പം ചില യോഗത്തിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴേ, ചില ഉൾനാടുകളിലൊക്കെ പോകുമ്പം സഭ അന്വേഷിച്ചെത്താൻ പ്രയാസം. അപ്പം അസംബ്ലീസ് ഓഫ് ഗോഡൊന്നും ചർച്ച് കോഡൊന്നും പറഞ്ഞ ജനത്തിന് വേണ്ടത്ര പിടികിട്ടത്തില്ല. ഹൈന്ദവനോ മുസൽമാനോ. പിന്നെ ഞാൻ പറയും, ഈ കൈയടിച്ചൊക്കെ പാട്ട് പാടുന്ന ആൾക്കാരില്ലയോ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. പെന്തക്കോസ്ത്, ഞാൻ പറയാറുണ്ട് ഷെയ്ദരെ, ഒരു ലേബലല്ല, ഒരു മേൽവിലാസമല്ല, ഒരു സഭയുടെ രജിസ്റ്റേർഡ് നെയിം അല്ല. ഓക്കെ, ഇത് സൊസൈറ്റി, രജിസ്റ്റർ ഓഫ് സൊസൈറ്റീസുമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സമർപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം അല്ല, ഒരു സമുദായം അല്ല, ഒരു ഡിനോമിനേഷൻ അല്ല. അങ്ങനെയൊക്കെ ആയിപ്പോയി ഗതികേടുകൊണ്ട്. പെന്തക്കോസ്ത് എന്ന വാക്ക് വന്നത് പെൻഡക്കോസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. പെൻഡക്കോസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കിന് 50th എന്നോ 50ാമത് എന്നോ ആണ് അർത്ഥം. 50ാമത് എന്താ? 50ാമത് യഹൂദന്റെ 3 പ്രധാനപ്പെട്ട പെരുന്നാളുകളായ, ഉത്സവങ്ങളായ, മുഖ്യ ആഘോഷങ്ങളിലെ 2ാമത്തേതായ പെന്തക്കോസ് നാൾ, പെസഹ കഴിഞ്ഞിട്ട് 50ാം ദിവസം യഹൂദൻ ആചരിക്കുന്ന പെരുന്നാളായ പെന്തക്കോസ്ത് എന്ന പെരുന്നാളിന്റെ അന്ന് മാളികമുറിയിൽ കൂടി വന്ന 120 പേരുടെ സംഘത്തിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണമുണ്ടായി. അന്യഭാഷകൾ അവർ ആരാധിച്ച് ആരംഭിച്ചത് കൊണ്ട് നാട്ടാരവരെ അവരല്ല, നാട്ടാരവരെ മാളികമുറിയിലെ പെന്തക്കോസ് നാളിന്റെ പേരും പറഞ്ഞ് പരിഹസിച്ച് വിളിച്ച വാക്കാണ് പെന്തക്കോസ്. അല്ലാതെ നമുക്കിട്ട പേരല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കളിയാക്കി വിളിച്ച പേരിന്ന് അഭിമാന വിജൃംഭിതമായ ഒരു പേരായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെന്തക്കോസ് ഒരു ബോർഡല്ല എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് വാടകയ്ക്ക്, താമരശ്ശേരിയിൽ വാടകയ്ക്ക് എടുത്ത കെട്ടിടമാണെങ്കിലും വേണ്ടില്ല, പേരാമ്പ്ര സ്വന്തമായി കെട്ടുവാണെങ്കിലും വേണ്ടില്ല, പെന്തക്കോസിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ, പെന്തക്കോസുകാരാ നിങ്ങളൊന്ന് ജനത്തിന് അറിയാമെങ്കിൽ അവിടെ ആത്മനിർഭന്റെ ആരാധന ഉണ്ടാവണം, അന്യഭാഷ ഉയർന്ന് കേൾക്കണം, അഭിഷേകം വ്യാപരിക്കണം, കൃപാവരങ്ങൾ ജ്വലിക്കണം, അല്ലെങ്കിൽ ബോർഡ് എടുത്ത് തോട്ടിക്കളയണം. മനസ്സിലാവണോ ഞാൻ പറയുന്നത്? എല്ലാ സഭക്കാരോടും പറയാ, പൊറുക്കണം നിങ്ങൾ, എല്ലാരോടും പറയാ. അല്ല പിന്നെ റീത്തെന്നും കത്തോലിക്ക എന്നും മാർത്തോമ എന്നും പറഞ്ഞ ഏർപ്പാടില്ലേ, അതിലേക്ക് മടങ്ങണം. അല്ല ചുമ്മാ വീട്ടിൽ ഇരുന്നോണം. പെന്തക്കോസ്താണോ ദൈവസഭ? ദൈവദാസന്മാരെ, പാസ്റ്റർമാരെ, ഞാൻ ശക്തമായി ഇന്ന് രാത്രി പറയുന്നു, സഭയിൽ ആരും അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും, എല്ലാരും ഉറക്കം തൂങ്ങി കൈയും കെട്ടി പുറകിലിരുന്നാലും, പുതിയ വിശ്വാസിയായാലും പഴയ വിശ്വാസിയായാലും, ദൈവത്തിന്റെ ദാസൻ ആഴ്ചയുടെ 6 ദിവസം
ദൈവമുമ്പാകെ പ്രാർത്ഥിച്ച് ദൂത് ഒരുക്കി അഭിഷേകത്തിൽ ജ്വലിച്ച് ആമേൻ അഗ്നി സ്ഫുലിംഗങ്ങൾ പറത്തി നാവിൽ ദൈവത്തിന്റെ അഗ്നി സ്ഫുരിപ്പിച്ച ഞായറാഴ്ച 3 മണിക്കൂർ നിൽക്കുമ്പോൾ കത്തിക്കാളി ദൈവത്തിന്റെ ഷക്കൈന മഹത്വത്തിന്റെ അവരോഹണത്തിൽ ജ്വലിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കണം. വേറെ ഏത് കണ്ണുകൾ മിഴിച്ചാൽ, ഏത് പുരികം വളഞ്ഞാൽ, ഏത് മുതലാളി പിണങ്ങിയാലും, ആര് വാച്ച് എടുത്ത് കാണിച്ചാലും മൈൻഡ് ചെയ്യാതെ അഭിഷേകത്തിൽ ജ്വലിച്ച അന്യഭാഷയിൽ ത്രസിച്ച് ദൈവത്തെ ആരാധിക്കാനാ നമ്മെ വിളിച്ചെന്ന് ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു. അതാണ് പെന്തക്കോസ്ത്. അതിൽ താഴെ ഒന്നും പെന്തക്കോസ്ത് അല്ല, അതിൽ കൂടുതൽ ഒന്നും പെന്തക്കോസ്ത് അല്ല. ഈ തലമുറയില്, ഈ കോവിഡിന്റെ കോണ്ടക്സ്റ്റില്, ഈ കൊറോണ പോരാട്ടത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ മക്കളെ ആലയത്തിനകത്ത് പോകാമെന്ന് എനിക്കറിയാം. പക്ഷെ അവനവന്റെ കൊച്ചു ഭവനങ്ങളെ കർത്താവ് ഒരു ദേവാലയമായി കൽപ്പിച്ചിരിക്കുക. ആമേൻ. അതിനകത്ത് അച്ഛനും അമ്മയും മക്കളും, പാസ്റ്റർ വേണ്ട, ലീഡർ വേണ്ട, അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് 2 പാട്ടുപാടി വചനം വായിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ അഭിഷേകത്തിന് അഗ്നിപ്രളയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രോഗസൗഖ്യത്തിന് വേണ്ടി പാസ്റ്റർ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ, കൊറോണയിൽ വിലക്കുണ്ടെങ്കിൽ ദാറ്റ്സ് നോ പ്രോബ്ലം. ആമേൻ. വിശ്വസിച്ച് ദൈവമക്കളെ നിങ്ങൾ മുട്ടുമടക്കി നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക. ഒരു അഭിഷേകത്തിന് വല്ലഭത്വം വ്യാപരിച്ച് രോഗിക്ക് സൗഖ്യം വരാൻ പോകുന്നു. കുടുംബത്തിലെ ബന്ധനങ്ങൾ തകരാൻ പോകുന്നു. അഗ്നി നിന്റെ ബന്ധനങ്ങളെ അവൻ കരിച്ചു മാറ്റാൻ പോകുന്നു. ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ അവൻ ദൈവത്തിന്റെ അഗ്നിയിൽ കരിഞ്ഞു മാറാൻ പോകുക. ഇന്ന് രാത്രി അത് വിശ്വസിച്ച് സമർപ്പിച്ചോ. ദൈവം തന്നെ ജനത്തെ ശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ആരാധന ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആരാധന അനുപേക്ഷണീയമാണ്, അനിവാര്യമാണ്. അത് ഒഴിവാക്കി പെന്തക്കോസ്തിൽ ഒരൊറ്റ യോഗം നടക്കാൻ പാടില്ല. ആമേൻ. എന്നാൽ ആരാധനയ്ക്ക് വേറെ 2 മണ്ഡലങ്ങളുണ്ട്. രണ്ടാമത്തത് ഞാൻ ഈ ക്രമത്തിൽ പറഞ്ഞാൽ നമ്പർ 2 ശരീരം കൊണ്ടുള്ള ആരാധനയാണ്. ശരീരം കൊണ്ടുള്ള ആരാധന 1 കൊരിന്ത്യർ 6-ാം അധ്യായം വായിക്കേണ്ട അവസാന വാക്യം വായിക്കുമ്പോഴും റോമർ 12:1-2 വായിക്കുമ്പോഴും സമയം പോലെ വായിക്കണം. റോമർ 12:1-2, 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ. അവിടെ ശരീരത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദേവദാസൻ ശ്രീകൻ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ആ വാക്യം പറഞ്ഞാൽ നേരം പോകും. നിങ്ങൾ ശരീരത്തെ യാഗമാക്കി ആരാധിപ്പീൻ. ആമേൻ. ശരീരത്തെ യാഗമാക്കണം. സഹോദരങ്ങളെ, ആഴ്ചയുടെ 6 ദിവസമേ പണിയെടുക്കുന്ന സ്ഥലം ഏതുമാവട്ടെ, കയ്യിൽ വരുന്ന ആയുധങ്ങൾ ഏതുമാകട്ടെ, പേന മുതൽ കൊടുവാള് വരെ, കൊയ്ത്തരിവാള് വരെ, ചേറും ചെളിയും കയ്യിൽ വരും. നമുക്കറിയാം, അങ്ങനെ അധ്വാനിക്കുന്ന ഒത്തിരി പേര് കേൾവിക്കാരായിട്ട് എനിക്കുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആയുധം മാറട്ടെ, മണ്ഡലം മാറട്ടെ, നമ്മുടെ ഓഫീസ് മുറികൾ മാറട്ടെ, 6 ദിവസം ഞാൻ ലോകത്തിൽ ജീവിക്കുമ്പോ എന്റെ ശരീരം കർത്താവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടമാണിത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ലോകമല്ല, ജഡമല്ല, പിശാചല്ല, പരിശുദ്ധാത്മാവായിരിക്കണം എന്ന് ശഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഞായറാഴ്ച ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. ആമേൻ. അല്ലാതെ ബാധർന്ന ഒന്നും വായി വരികയില്ല. കൈ ചിലപ്പം ഇളക്കാൻ നോക്കിയാൽ ഇളകുകയില്ല. കാരണം ശരീരത്തെ മരിപ്പിച്ചവന്റെ യാഗം മാത്രമേ കർത്താവ് സ്വീകരിക്കൂ. ആമേൻ. കൈയടിക്കാൻ പോലും ഒരു അഭിഷേകം മനുഷ്യത. ചുമ്മാ കൈ ആഞ്ഞു വീശിയാലൊന്നും ശരിയാകത്തില്ല. ആമേൻ. നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എന്റെ കർത്താവിന്റെ യാഗപ്പെടുത്തുമ്പോൾ എരിയുന്ന യാഗവസ്തുവാണെന്ന് ഉറപ്പാക്കി ആഴ്ചയുടെ 6 ദിവസം ജീവിക്കുന്നവരാ ഞായറാഴ്ച ശരീരം കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. പൗലോസ്ലീഹ കൊരിന്ത്യരിൽ പറയുന്നു, കൊരിന്തിലെ ആൾക്കാരുടെ ശരീരത്തിന്റെ വ്യത്യസ്തമായ വ്യർത്ഥമായ മ്ലേച്ഛമായ വിനിയോഗത്തെ എടുത്തു പറഞ്ഞിട്ട് പറയുന്നു, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ആമേൻ. നാട്ടാടി ശരീരം കൊണ്ട് എന്തും ചെയ്തോട്ടെ, ദൈവമക്കൾ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു സഭായോഗമാണ്, ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു തന്നെ. പക്ഷെ ഇന്നിപ്പോ അങ്ങനെ അല്ലല്ലോ. ചെയ്തരേ, ഞായറാഴ്ച ജോലിയെല്ലാം കഴിഞ്ഞ് ചിലരുടെ വരവ് ഇരിപ്പോ കണ്ടാൽ തന്നെ തോന്നും അവര് റെസ്റ്റ് ചെയ്യാൻ വരിക. റിക്ലൈനിങ് ആൻഡ് റിലാക്സിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും.
ചാരുകസാലയിൽ ഇങ്ങനെ ഇരുന്ന് ഒന്ന് ആശ്വസിക്കാൻ വരുന്ന ഒരുപാട് കക്ഷികൾ 100 കൊല്ലം കൊണ്ട് പെന്തക്കോസ്തിൽ ഗതികേടിന് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നാള് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഈ പറഞ്ഞ പോലെ ഹല്ലേലൂയ പറയാൻ വേണ്ടി ചെയ്തപ്പോൾ ഒരാൾ സന്തോഷമായിട്ട് ഹല്ലേലൂയ പറയാൻ തുടങ്ങി. കൈ പക്ഷേ പുറകില് ചാരി കസേരയുടെ തുളയുള്ള കസേരയാണ്, അറിയാമല്ലോ, ഈ ഡിസൈൻ വർക്ക്. ചാരി കസേരയ്ക്ക് പുറകിൽ ഇങ്ങനെ ഉണ്ടല്ലോ ക്രാസികളും അതിന് ദ്വാരങ്ങളും. പുള്ളി സൗകര്യമായിട്ട് കൈ വെച്ചോണ്ടിരുന്ന അവസാനം കൈ അതിനകത്ത് കുടുങ്ങിപ്പോയി. ഞാൻ പറഞ്ഞിട്ട് പുള്ളി കൈ വലിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചിരിയും വന്നു. ഇമാതിരി ഇരിപ്പിരിക്കാനല്ല സഹോദരങ്ങളെ, നല്ല ജില്ലായിരുന്നു കർത്താവിനെ ആരാധിക്കണം. ചാരിക്കിടക്കാനും ചാഞ്ഞു കിടക്കാനും നെടുമ്പാട് വീണ് പിന്നെ എഴുന്നേക്കാൻ മേലാതെ കിടക്കാനും ഒന്നുമല്ല. ആരാധിക്കാൻ അതൊക്കെ വീട്ടിൽ ചെയ്തോണം. ആരാധിക്കാൻ ഇരിക്കുമ്പോൾ ഒക്കുമെങ്കിൽ മുട്ടുമേലിരിക്കണം, പറ്റുമെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും മീൻമുട്ടിയിലും കൂരാച്ചുണ്ടിലും ചെയ്തരെ എടക്കരയിലും ഇരിട്ടിയിലും പെരുങ്കിരിയിലും മാനന്തവാടിലും മീനങ്ങാടിലും ഒക്കെ എൻ്റെ അപ്പന്റെ കൂടെ ഞങ്ങളൊക്കെ ആരാധിക്കുന്ന കാലത്ത് തഴപ്പായും പുൽപ്പായും ഉള്ള കാലങ്ങളാണ്. അന്ന് ഇരുന്ന ഇരിപ്പ് ഓർക്കുമ്പോ എനിക്ക് സന്തോഷമാണ്. ഇന്നങ്ങനെ ആരും ഇരിക്കുന്നില്ല. അന്ന് കസേരയില്ല, ഉദ്ദേശിക്ക് പോലും കസേരയില്ല, പിന്നെയല്ലേ വിശ്വാസിക്ക്. ആ പായൽ ഇരുന്നോണം 3 മണിക്കൂർ 4 മണിക്കൂർ അവിടെ ഇരുന്ന് തകർത്ത് കർത്താവിനെ ആരാധിക്കും. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഉലകത്തിലെ മറ്റേത് ഇരിപ്പിടത്തെക്കാൾ പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്ക് ഏറ്റവും നല്ല തറയിരിക്കലാണ്, ഏറ്റവും നല്ല പായലിരിക്കലാണ്. പറ്റുമെങ്കിൽ അവേ സാധ്യമെങ്കിൽ അവിടെ ഇരുന്നാൽ നന്നായി കാലിളക്കാം, കൈ അടിക്കാം, ശരീരം ചലിപ്പിക്കാം. ഞാനൊരു പഴയ കേസ് പറയുക, അമ്മാതിരി ആരാധനയൊന്നും ഇന്ന് ഇല്ല പ്രിയരെ. ഞാൻ ഒറ്റ കാര്യം പറയുക, തൊണ്ടയ്ക്ക് വയ്യെങ്കിലേ അതിന് വിക്സ് ഗുളിക വിഴുങ്ങുക അല്ല നല്ലത്, നന്നായി തൊണ്ട തുറന്ന് കർത്താവിനെ ഒന്ന് പാടി ആരാധിക്കുക. ആമേൻ. ജലദോഷവും പനിയും മാറ്റാം നല്ലത് ചൊവ്വേ ദൈവത്തെ ആരാധിക്കുക. ആമേൻ. കൈയുടെ കോച്ചും കൊളുത്തും എരിച്ചിലും പുകച്ചിലും വലിയും പിടിയും ഒക്കെ മാറ്റാൻ നല്ലത് കരങ്ങളെ നന്നായി തട്ടി കർത്താവിനെ ആരാധിക്കുക. ആമേൻ. ശരാശരി യോഗങ്ങൾ ആരാധന കഴിയുമ്പോൾ വിട്ടുപോകും പ്രിയരെ. നിന്റെ ശരീരത്തിലെ ബന്ധനങ്ങൾ തകർന്നു പോകും. പാനീയം ജലദോഷവും ചങ്കിന് വേദനയൊക്കെ മാറ്റാൻ നല്ലതേ നന്നായി ദൈവത്തെ ഒന്ന് ആരാധിക്കുക. കാരണം ശരീരം കർത്താവിന്റെ വകയാ. ഈ ശരീരം ദൈവം തന്നതാ. കാശുണ്ടാക്കി പണിയെടുത്ത് പിള്ളേരെ വളർത്താന് ഓവർ ടൈം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഓർത്തോണം, ആ ശക്തി ദൈവം തരുന്നതാ. ആ പണിയെടുക്കാൻ ദൈവമാ കരുത്ത് നൽകുന്നത്. ആമേൻ. ആ ഉറപ്പുണ്ടെങ്കിൽ ശരീരം കർത്താവിന് വിട്ടുകൊടുത്ത് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ആമേൻ. ഞാൻ 3-ാമത്തെ കാര്യം പറഞ്ഞ് എനിക്ക് തോന്നുന്നു അന്ന് അവസാനിപ്പിക്കാം പാസ്റ്റർമാരെ, സമയം മുന്നോട്ട് പോകുന്നല്ലോ. അവൻ ഈ 2-ലെ 3-ാമത്തെ കാര്യം, 2-ാമത്തെ പോയിന്റിലെ 1-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. 2-ാമത് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരം ചെലുത്തി ദൈവത്തെ ആരാധിക്കണം. ശരീര ശക്തി കർത്താവിന് വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. ഞാന് പാസ്റ്റർമാരോടും പറയാ, എൻ്റെ അപ്പനെ അറിയാവുന്ന ഒരു ചുരുക്കമാണത്. അദ്ദേഹം മരിച്ചു പോയിട്ട് 10-16 കൊല്ലായി. മലബാറിൽ മാത്രം വർക്ക് ചെയ്ത ഒരാൾ. കൊരട്ടയിൽ പാപ്പച്ചൻ എന്ന പുള്ളിയുടെ നാടൻ പേര്. ഞങ്ങൾ കൃഷിക്കാരായിരുന്നു, കൃഷിയായിരുന്നു ശീലം. എനിക്കും എല്ലാ കൃഷികളും അറിയാം, ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്. കാരണം ആ പഴയ ശീലത്തിന്റെ ബാക്കി. പണിയെടുത്ത് ജീവിച്ചവരാണ് ഞങ്ങൾ. കപ്പയിട്ട് മലബാറിൽ ജീവിച്ചവരാണ്. അന്ന് അരിക്കൊക്കെ വലിയ ക്ഷാമമാണ്. പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ചിലതൊക്കെ കപ്പയാ സമൃദ്ധി, കപ്പ ഇഷ്ടം പോലെ ഉണ്ട്. അയലൊക്കത്തെ പറമ്പിൽ പോലും കപ്പയിട്ട് ഞങ്ങൾ തിന്നു. അരിക്കാ പഞ്ഞം. ചോറ്റുപാത്രത്തിൽ ഭൂരിഭാഗം കപ്പയായിരിക്കും, മുകളിൽ ഒരു ലെയർ ചോറ് വളം. കഷ്ടപ്പാടിന്റെ കാലമാണ്. ഞങ്ങളുടെ അപ്പൻ പരേതനായ എൻ്റെ അപ്പനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ശരീരം കർത്താവിനോട് നന്നായി ചെലവഴിച്ച ആളാണ്. അവസാനം 6 കൊല്ലം കിടപ്പിലായി, നോ പ്രോബ്ലം. നല്ല ആരോഗ്യമുള്ള, സഭയിലെ മിക്കവരെക്കാൾ കരുത്തുണ്ടായിരുന്ന എൻ്റെ അപ്പൻ, നല്ല വണ്ണവും നീളവും ഉണ്ടായിരുന്ന എൻ്റെ അപ്പൻ. ഒരു വീട് വെക്കാറാണ്. കാരണം ഒരു വീട് പണിയൊക്കെ ഒരാഴ്ച കൊണ്ട് തീരുമല്ലോ. കാട്ടിപ്പോയി തടി വെട്ടി മുതുകല എൻ്റെ അപ്പന്റെ തോളിലായിരിക്കും. ഹോള് വെക്കാൻ അദ്ദേഹം രംഗത്തുണ്ട്. കാട്ടിപ്പോയി പുല്ലി എത്തിക്കൊണ്ട് വരുന്ന അദ്ദേഹമാണ്. മേയുന്ന പുല്ല് നിങ്ങൾക്കറിയാലോ. ആ പുല്ലും കൊണ്ടുവന്ന് കൊച്ചു കൊച്ചു വീടുകൾ ഉണ്ടാക്കാനും ഒക്കെ അദ്ദേഹം നല്ല റെഡിയായിരുന്നു ചെയ്ത്. ഏത് പണിയും ചെയ്യാൻ, മരത്തേക്കാരാൻ, കിണറ്റിലിറങ്ങി തേവാൻ, എല്ലാ പണിക്കും തയ്യാറായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം കർത്താവിന് വേണ്ടി നന്നായി കൊടുത്ത ഒരാളാണ്. ഒപ്പം ആലയത്തിനകത്ത് നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിക്കും.
കൈകൾ അടിച്ചു കർത്താവ്. അദ്ദേഹത്തിന്റെ കൈയും പൊട്ടില്ല, എന്റെ കൈയും പൊട്ടത്തില്ല. ഇത് പണ്ടേ തഴമ്പ് പേർന്ന കൈയാണ്. പണിയെടുത്ത് മലബാറിലെ കൈക്കോട്ട് കൊണ്ട് കിളച്ച കൈയാണ്. ആ തഴമ്പ് ഇന്നും എന്റെ കയ്യിലുണ്ട്. എത്ര നന്നായി കൈയടിച്ചാലും എന്റെ കൈ പൊട്ടത്തില്ല. ആമേൻ. ആരാധിക്കാൻ ഒരു കൂസലുമില്ല എനിക്ക്. ഞാൻ വിളിച്ചു പറയുന്നത്, ചെറുപ്പക്കാരെ, പ്രായമുള്ളവരെ, ശരീരത്തിൽ ബാക്കിയുള്ള ശക്തി ഇന്നുള്ളത് ദൈവം തന്ന ശക്തിയാണെങ്കിൽ ആ ശക്തി കൊടുത്ത് കർത്താവിനെ ആരാധിക്കണം. കരമൊടുത്ത് എല്ലാവരും ദൈവത്തെ സമ്പാദി കരമൊടുത്ത് കർത്താവ് സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ. ശരീരം കൊടുത്ത്, ശക്തി കൊടുത്ത്, ഉണ്മ കൊടുത്ത്, ഉയിര് കൊടുത്ത്, ഉഷാറ് കൊടുത്ത്, അസ്തിത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. എന്റെ ആയുസ്, എന്റെ ആരോഗ്യം, എന്റെ ശക്തി, എന്റെ ശബ്ദം എന്റെ കർത്താവിന്റെ വകയായതുകൊണ്ട് അതെല്ലാം കൊടുത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോകുക. ഓ ഹല്ലേലൂയ. സമയം നോക്കിയാൽ ഓക്കെ, ഞാൻ നിർത്തുകയാണ് ശേഖരൻ. മൂന്നാമത്തത് അവിടെ കിടക്കട്ടെ. രണ്ടാമത് ഞാൻ രണ്ടാമത്തെ പോയിന്റ്, 3 പോയിന്റ്, പോയിന്റ് നമ്പർ 2, അതിൽ പോയിന്റ് നമ്പർ സബ് ഡിവിഷൻ നമ്പർ 3 ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് നമ്മൾ വായിച്ച റോമർ 1:10 മടങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം, പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. 3, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. റോമർ 1:10 ശീഹൻ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യമല്ല, അവനവന്റെ ആത്മാവിന്റെ കാര്യമാണ്. അതായത് ദേഹം, ദേഹി, ആത്മാവ് എന്ന ട്രൈക്കോഡമി എന്ന 3 ഘടകങ്ങളിലെ സമ്പൂർണമായ സംയോജനം ആരാധനയ്ക്ക് ഉപയോഗിക്കണം. ആ ഭാഷ എല്ലാവർക്കും തിരിച്ചറിഞ്ഞ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ശരീരം കൊണ്ട് ചലിക്കാൻ മേലാതെ രോഗം പിടിച്ച് കിടപ്പിലായാലും, കൈകൾ അനക്കാൻ മേലെങ്കിലും, ശബ്ദം കണ്ട നാളത്തുനിന്ന് പുറത്തു വരാൻ ആവില്ലെങ്കിലും, ചുണ്ടുകൾ അമർന്നാലും, നാവ് തുടിക്കുന്നില്ലെങ്കിലും, ആമേൻ, രോഗാതുരനായി കിടക്കേണ്ടി വന്നാലും, ഹോസ്പിറ്റലാണെങ്കിലും ദൈവമക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ശബ്ദം വരുന്നില്ല, കൈ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, പക്ഷെ അകത്ത് അഭിഷേകമുള്ളവൻ ആരാധന മുടക്കാൻ പറ്റത്തില്ല. ആമേ. അവൻ കിടക്കയിൽ കിടന്നുകൊണ്ട് കൈകൾ ബന്ധിക്കപ്പെടട്ടെ, കാലിൽ ചങ്ങല വരട്ടെ, ജയിൽ മുറിയാവട്ടെ, കുണ്ടറയാവട്ടെ, പണിയെടുക്കുന്ന ഓഫീസിൽ അന്യമതക്കാർ ചുറ്റും നിൽക്കട്ടെ, വായി കൊണ്ട് ഒരു ശീലു പാട്ട് മൂളാൻ പോലും പറ്റാതെ പോവട്ടെ, നോ പ്രോബ്ലം. അകത്ത് ബ്രദർ നിനക്ക് തിളപ്പുണ്ടെങ്കിൽ, ആമേ, ചെറുപ്പക്കാരാ നിന്റെ അകത്ത് ഉயிருണ്ടെങ്കിൽ, സഹോദരി അനുഭവത്തിന്റെ കരുത്തുണ്ടെങ്കിൽ, യേശു സൗഖ്യമാക്കിയെന്ന് വിളിച്ചു പറയാൻ ലജ്ജയില്ലാത്ത ഒരു സാക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തെ ഈ അനുഭവത്തിലാക്കിയത് എന്റെ കർത്താവിന്റെ കരുണയാണെന്ന് പറയാൻ അനുഭവത്തിന് തള്ളൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആമേൻ, ആരാധന മുടങ്ങുകയില്ല. നിങ്ങളുടെ ആത്മാവിൽ ത്രസിച്ച് പിടച്ച് വികസിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. ആമേൻ. അവനവന്റെ ആത്മാവിന്റെ ആരാധനയെ തടയാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. വീട്ടിനകത്തിരിക്കുമ്പോ, ജോലി സ്ഥലത്ത് വ്യാപരിക്കുമ്പോൾ, അവൻ ദൈവവുമായി നിങ്ങൾക്ക് ഒരു ടൈ അപ്പ് ഉണ്ടെങ്കിൽ, കർത്താവുമായി നിങ്ങൾ ട്യൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവുമായി ഒരു നെറ്റ്വർക്ക് കണക്ടിവിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഉലകത്തിൽ ഒരുത്തരും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ലോകം, ജഡം, പിശാച് എന്ന 3 അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആ സംഘടിത പാപത്തിന് ആത്മീയന്റെ ആരാധനയെ തകർക്കാൻ കഴിയത്തില്ല. ഭവനത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ, ബന്ധനത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ ഒരു നിറവിന്ന് രാത്രി ദൈവം എല്ലാവർക്കും നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ അല്ലെങ്കിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ കർത്താവ് രാത്രികാലം കർത്താവിന്റെ ദാസനിലൂടെ കർത്താവിന്റെ അരുളപ്പാട് നമ്മോട് അറിയിപ്പാനിടയായി. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശുശ്രൂഷയെ കുറിച്ച് കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ നമ്മോട് അറിയിപ്പാനിടയായല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് തന്റെ തലമുറയിൽ
അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ആലോചന പ്രകാരം ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ ആരെല്ലാം എന്തെല്ലാം ആലോചന പറഞ്ഞാലും അതിലുപരിയായി സമയം കണ്ടെത്തി ദൈവസേനയിൽ കടന്നു എന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച ദൈവസേനയിൽ നിന്ന് ആലോചനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാപിച്ചെടുത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് അനവധി ഹല്ലേലൂയ എതിരാളികൾ ഉണ്ടാകുമ്പോൾ, സുവിശേഷത്തിന് വിരോധമായി അനേകർ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, തലമുറകൾ ഇന്ന് ദൈവത്തിൽ നിന്ന് പോകുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഈ നാളുകൾ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ ദാവീദിനെ പോലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നാളുകൾ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ദൈവദാസന്മാരും നല്ല വിശ്വാസികളും ദൈവമക്കൾ എല്ലാവരും ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കായി ലോകരാജ്യങ്ങളെ ഒരുക്കുവാൻ വേണ്ടി ദൈവം ഹല്ലേലൂയ നാം കേട്ട വചനപ്രകാരം നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശരീരം കൊണ്ട് നമ്മളുടെ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനോട് അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. കർത്താവിന്റെ ദാസനെ വീണ്ടും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ധാരാളമായി ദൈവം ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. MCPന്റെ പേരുടെ എല്ലാ നന്ദിയും വന്ദനവും കർത്താവിന്റെ ദാസനോട് അറിയിക്കുന്നു. ദൈവം ധാരാളമായി കർത്താവിന്റെ ദാസരെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ മലബാറിൽ കടന്നു വന്ന കഴിഞ്ഞ കൺവെൻഷനിൽ ദേശത്തോട് ഹല്ലേലൂയ സുവിശേഷം അറിയിക്കേണ്ടതായിരുന്നു. എങ്കിലും കർത്താവ് ഒരുക്കി മുഖാന്തരങ്ങൾക്കായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പോട്ട് സമയം പോയത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പെട്ടെന്ന് നിർത്തുവാൻ ഇടയായി തീർന്നു. എങ്കിലും ഹല്ലേലൂയ ദൈവമാണെങ്കിൽ വീണ്ടും ദൈവം അവസരം സൃഷ്ടിയും കർത്താവിന്റെ ദാസിൽ നിന്ന് കർത്താവിന്റെ അരുളപ്പാടുകളെ കേൾക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വാക്കിൽ കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർക്ക് ദൈവമക്കൾക്ക് MCPFന്റെ പേരുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. അല്ലെങ്കിൽ MCPFന്റെ സെക്രട്ടറിയായ മാത്യു പാസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ അഡ്വൈസറി ബോർഡ് അംഗങ്ങളെ കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാരുണ്ട്. അതുപോലെ MCPFന്റെ ട്രഷറർ ആയിരിക്കുന്ന ബേകുട്ടിച്ചായനുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും മറ്റെല്ലാ ശ്രേഷ്ഠന്മാരായ കർത്താവിന്റെ ദാസന്മാർ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് കർത്താവിന്റെ നാമത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും MCPFന്റെ പേരുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാരായ ഹല്ലേലൂയ സ്തോത്രം IPC ഹല്ലേലൂയ തിരുവമ്പാടി സംഘ സൂക്ഷനായി കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ പാസ്റ്റർ ജെയിംസ് അലക്സാണ്ടർ പാസ്റ്റർ പ്രാർത്ഥിക്കുകയും IPC വളരെ സൂക്ഷനായിരിക്കുന്ന പാസ്റ്റർ MM മാത്യു പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ദൈവിക സന്ദേശം ഇന്ന് രാത്രി MCPFനോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ചല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സത്യസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീതമായി നല്ല രാത്രിക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം വിവിധ ഇടങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ മുഖത്തപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. വീണ്ടും രാത്രിയിൽ MCPFനോടുള്ളതായ ബന്ധത്തിൽ ഉണർവിയോഗമായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് സമ്മേളിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മലബാറിൻ്റെതായ ഉണർവിന് വേണ്ടി, ദൈവസഭയുടേതായ ഐക്യതയ്ക്ക് വേണ്ടി, അതിൻ്റെതായ ലക്ഷ്യത്തോടെ ആരംഭിച്ചതായ പ്രവർത്തനങ്ങളെ എത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ഉണർവ് യോഗത്തിൽ അങ്ങയുടേതായ അനുഗ്രഹീത കത്തുദാസൻ KJ മാത്യു സാറിൽ കൂടെ വളരെ അനുഗ്രഹീതമായ ആത്മപ്രചോദിതമായ ആത്മാവിന്റെ നിറവോടുള്ളതായ ദൈവിക ദൂതുകൾ ദൈവം ഞങ്ങൾക്ക് കൈമാറി തന്നതിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ തലമുറയിൽ ഞങ്ങൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് എന്ന് വളരെ ശക്തമായ ദൈവിക സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ച ശക്തന്മാരും ദൈവമക്കളായ എല്ലാവർക്കും ആ ശുശ്രൂഷയുണ്ട്, ആ ദൗത്യമുണ്ട്. അത് ഏറ്റെടുക്കണമെന്നും അതിന്റെ മുൻപിൽ സമർപ്പിതരായി കർത്താവിനെ ഉയർത്തണമെന്ന് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആരാധന എങ്ങനെയായിരിക്കണമെന്നും ഇന്ന് രാത്രി നിന്റെ ദാസനിൽ കൂടെ
കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നവരും അതിന് മടി കാണിക്കാത്തവരായി ആമൻ ഈ തലമുറയിൽ നിലകൊള്ളണമെന്ന് അങ്ങയുടെ അഭിഷേകത്തിൽ കൂടെ ആമൻ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. സ്ഥാനമാനങ്ങളും അതിൻ്റെതായ മഹത്വങ്ങളും ഒക്കെ മാറ്റിവെച്ച ദാവീദിനെ പോലെ ആമേൻ ഹല്ലേലൂയ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ ആരാധിപ്പാൻ ഒക്കെ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ അഭിഷിക്തനെ തുടർന്നും ദൈവം ബലപ്പെടുത്തണമേ. ശക്തമായി ദൈവം ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി വരെ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ മറ്റ് കർത്തൃദാസന്മാർക്കായി ഒരു കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾക്കായി അമ്മ ദൈവമക്കളുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രമാണ്. മലബാറിന്റെ ഉണർവിന് വേണ്ടി അതിന്റെ ഐക്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഹല്ലേലൂയ ദൈവശബ്ദം ഞങ്ങൾ കൂടെ ഉയർത്തുവാൻ ദൈവപുത്രനെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. MCTFിൻ്റെതായ പ്രവർത്തനങ്ങളെ തുടർന്ന് ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. മഹത്വമെല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ പാദപീഠത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ചെവിക്കൊണ്ടതിനായിട്ട് നന്ദി. ക്രിസ്തുയേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ജീസസ് ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് രാത്രി ദൈവജന ശുശ്രൂഷിച്ച കർത്തൃദാസനോടും ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ ദൈവജനത്തോടും കൂടെ ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രി നമുക്ക് ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.